നിങ്ങൾക്കറിയാമോ, പുതിയ നിയമത്തിൽ മുഴുവനും അല്ലെ, പുതിയ നിയമം പ്രത്യേകിച്ച് സുവിശേഷങ്ങൾ എടുത്താൽ അതിൽ മുഴുവനും സൗഖ്യത്തിന്റെ സന്ദേശമാണ് മുഴുവൻ. ഒത്തിരി സൗഖ്യങ്ങൾ നമ്മൾ കാണുന്നുണ്ട്. അത് രോഗസൗഖ്യത്തെക്കുറിച്ച് മാത്രമാണ് നമ്മൾ പലപ്പോഴും ഇങ്ങനെ നമ്മൾ ശ്രദ്ധിക്കാറുള്ളൂ, അല്ലെങ്കിൽ നടക്കുന്ന രോഗസൗഖ്യത്തെ മാത്രമേ നമ്മൾ ചിന്തിക്കുന്നുള്ളൂ. നിങ്ങൾ നോക്കിക്കോ, എന്താണ് ശരിക്കും എന്ന് പറഞ്ഞാൽ സൗഖ്യം എന്ന് നമ്മൾ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്കത് പ്രത്യേകിച്ച് മനസ്സിലാവും. നമ്മളെല്ലാവരും മുറിയപ്പെട്ടവരാണ്, നമ്മളെല്ലാവരും വേദനിക്കുന്നവരാണ്. അവിടെ ഇവിടെയൊക്കെ ശാരീരികമായിട്ട് വേദനകളുണ്ട്, ആത്മീയമായിട്ട്, മാനസികമായിട്ട്, ആന്തരികമായിട്ടൊക്കെ ഒത്തിരി മുറിവുകളിൽ വേദനിക്കുന്നവരാണ് നമ്മൾ. പലപ്പോഴും ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലുള്ള രോഗങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മളെ ശാരീരികമായ രോഗങ്ങളിലേക്ക് പോലും നയിക്കുന്നത്. അമിതമായ സ്ട്രെസ്സും അമിതമായ ടെൻഷനും ഭയവും വേദനയൊക്കെ കൊണ്ട് പലരും രോഗികളായിട്ട് തീരാറുണ്ട്. അപ്പോൾ അതിനേക്കാളൊക്കെ ഉപരി ചില ആളുകളുടെ ജീവിതം കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഇവർക്കൊന്നും വേദനയില്ലേ, അല്ലെ? ചിലവരുടെ ജീവിതത്തിൻ്റെ സഹനത്തിൻ്റെ നാളുകളിലൂടെ ഇങ്ങനെ ഒരുമാതിരി വെക്കേഷന് പോകുന്ന പോലെ ചിരിച്ചു ഉല്ലസിച്ചും പോകുമ്പോൾ നമ്മൾ വിചാരിക്കും ഇമ്പടാ ഇവർക്കൊക്കെ ഇതെങ്ങനെ സാധിക്കുന്നു. ഓക്കെ, ഇവരുടെയൊക്കെ ജീവിതം വെച്ച് നോക്കുമ്പോൾ എൻ്റെയൊക്കെ ജീവിതത്തിൽ എനിക്ക് വല്ല സഹനമുണ്ട്, പക്ഷേ ഇവരൊക്കെ പോണ പോക്ക് കണ്ടാൽ തോന്നും ഇത് തന്നെ ഇവർക്ക് സഹനങ്ങളൊന്നും വേദനയൊന്നും അല്ലേ. അപ്പോൾ നമുക്കറിയാം, ശരിക്കും പറഞ്ഞാൽ ശരീരത്തിൻ്റെ വേദനകളെക്കാൾ കൂടുതൽ മനസ്സിൻ്റെ നൊമ്പരങ്ങളാണ് നമ്മൾ ഏറ്റവും അധികം തകർത്ത് കളയുന്നത്. അപ്പോൾ ചിലയിടങ്ങളിൽ ശരീരം സുഖപ്പെട്ടു എന്ന് പറഞ്ഞാൽ പോലും ആ ഒരു വ്യക്തി പൂർണ്ണമായ സൗഖ്യത്തിലേക്ക് ചിലപ്പോൾ വരുന്നില്ല. സമാധാനം കിട്ടുന്നില്ല, സ്നേഹം ലഭിക്കുന്നില്ല, സന്തോഷം ലഭിക്കുന്നില്ല, ഇപ്പോഴും മുറിയപ്പെട്ടും തകർക്കപ്പെട്ടും ഒക്കെ ഇരിക്കുക. അപ്പോൾ സുവിശേഷങ്ങളിൽ നമ്മളൊരു കാര്യം ശ്രദ്ധിക്കണം, കർത്താവ് എവിടെയൊക്കെ ആരെയൊക്കെ സുഖപ്പെടുത്തുന്നുണ്ടോ അവിടെ ആ ഒരു സൗഖ്യം ഒരൊറ്റ മേഖലയിൽ മാത്രമല്ല. സുവിശേഷങ്ങളിലെ സൗഖ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും വീണ്ടെടുക്കുന്നതാണ് സൗഖ്യം. സുവിശേഷങ്ങളിലെ സൗഖ്യം എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനെ പൂർണ്ണമായിട്ടും വീണ്ടെടുക്കുന്ന ഒരു സൗഖ്യമാണ്. അവന് നഷ്ടപ്പെട്ട അവൻ്റെ അന്തസ്സ്, അവൻ്റെ മഹത്വം, അവൻ്റെ കുലീനത അവന് തിരിച്ചു കൊടുക്കുന്ന ഒരു സൗഖ്യമാണ് സുവിശേഷങ്ങൾ നമ്മൾ എല്ലായിടത്തും കാണുന്നത്. ചുരുക്കി പറഞ്ഞാൽ മനുഷ്യനെ കണ്ടെത്തുന്ന ഒരു സൗഖ്യം. എവിടെയൊക്കെയോ തകർക്കപ്പെട്ടും തഴയപ്പെട്ടും ഒക്കെ ഉടഞ്ഞുപോയ എന്നെ കണ്ടെത്തുന്നതാണ് സുവിശേഷങ്ങളിൽ ഈശോ പങ്കുവയ്ക്കുന്ന സൗഖ്യം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു വചനമാണ് ലൂക്ക 5:31-32. ആരോഗ്യമുള്ളവർക്കല്ല രോഗികൾക്കാണ് വൈദ്യനെ കൊണ്ട് ആവശ്യം. ഞാൻ വന്നത് എന്തിനാ? നീതിമാന്മാരെ വിളിക്കാനല്ല, പാപികളെ വിളിക്കാനാണ് ഞാൻ വന്നത്. പുറപ്പാട് 15:26 എന്തേലും അറിയാവോ? ഞാൻ നിന്നെ സുഖപ്പെടുത്തുന്ന കർത്താവാണ്. ഇനി മത്തായിയുടെ സുവിശേഷം, നിങ്ങൾ അതിൽ ബൈബിൾ ഉണ്ടെങ്കിൽ മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായം ഒന്ന് എടുത്താൽ നല്ലതായിരിക്കും. 8-ാം അധ്യായത്തിൽ നമ്മൾ 2 കാര്യങ്ങൾ കാണുന്നുണ്ട്. 1 കുഷ്ഠരോഗിയെ സുഖപ്പെടുത്തുന്നു, 2 ശതാധിപന്റെ ഭൃത്യനെ സുഖപ്പെടുത്തുന്നു. 8:8 ശതാധിപൻ കർത്താവിനോട് പറയാണ്, നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ ഞാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് ഉച്ചരിച്ചാൽ മാത്രം മതി, ഞാൻ സുഖപ്പെടും. എവിടെയൊക്കെ വേറെ എവിടെയെങ്കിലും ഇത് കേൾക്കാറുണ്ടോ? ഇത്ര പെട്ടെന്ന് നിങ്ങൾ മറന്നുപോയോ അല്ലേ? അത് ഈ ചൊല്ലി പഴക്കമായത് കാരണം ഞാൻ 40 പണി ചെയ്തുകൊണ്ട് വേണേലും ഈ പ്രാർത്ഥനയൊക്കെ ചെല്ലും അല്ലേ. എൻ്റെ മനസ്സിൽ കൂടെ പോലും ചിലപ്പോൾ കയറി പോകുന്നില്ല. അച്ഛൻ ഇങ്ങനെ പിടിക്കുമ്പോഴേ എൻ്റെ മനസ്സിലോട്ട് ഓട്ടോമാറ്റിക്കലി അത് വന്നോളും അല്ലേ. കർത്താവേ നീ എൻ്റെ ഭവനത്തിൽ പ്രവേശിക്കാൻ യോഗ്യനല്ല, നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എന്നെ ആത്മാവ് സുഖപ്പെട്ടുകൊള്ളൂ. അത് ഓട്ടോമാറ്റിക്കലി അങ്ങ് വരും. ഇത് എവിടെ നമ്മൾ കാണുന്നത്? ശതാധിപന്റെ വിശ്വാസ പ്രഖ്യാപനമാണ്. കർത്താവേ നീ ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി, എൻ്റെ ആത്മാവ് സുഖപ്പെട്ടുകൊള്ളൂ. കർത്താവിൻ്റെ സൗഖ്യം ഏറ്റവും മനോഹരമായിട്ട് നമുക്ക് കാണാവുന്ന 2 എക്സാമ്പിൾ നമുക്കൊന്ന് ചിന്തിച്ചു തുടങ്ങാം. ഒന്നാമത്തേത് ആ ഒരു രക്തസ്രാവക്കാരിയായ സ്ത്രീയെ നമ്മൾ ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ കണ്ടുമുട്ടുന്നുണ്ട്. ലൂക്കായുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ 43 മുതൽ 48 വരെയുള്ള തിരുവചനങ്ങളിൽ കർത്താവ് വേറൊരു പരിപാടിക്ക് പോവാണ്. കർത്താവ് ഇതുപോലെ ജൈറോസിന്റെ മകളെ സുഖപ്പെടുത്താനായിട്ട് പോകുന്ന വഴിക്കാണ് അതിൻ്റെ ഇടയ്ക്ക് സാൻഡ്വിച്ച് പോലെ ഇങ്ങനെ ഒരു സംഭവം സംഭവിക്കുന്നത്. നമ്മൾ ആ ഒരു സിനാരിയോ നമ്മളൊന്ന് മനസ്സിൽ കണ്ട, അല്ലെങ്കിൽ നമ്മുടെ ഒന്നുമില്ലെങ്കിൽ ചില കർത്താവിനെ കുറിച്ചുള്ള കർത്താവിൻ്റെ സിനിമകളിൽ ഏറ്റവും മനോഹരമായിട്ട് ഞാനിത് കണ്ടത്, ഇപ്പം ഞാൻ എപ്പോഴും ഇത് പറയാമെന്ന് വിചാരിക്കരുത്, ഈശോയുടെ ഒരു വെബ് സീരീസ് ഉണ്ട്, ഇത് ചോസൺ എന്ന് പറയുന്നത്. അപ്പോൾ അതിൻ്റെ അകത്ത് ഈ ഒരു രംഗം വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് അവതരിപ്പിച്ചിരിക്കുക. അതായത് എല്ലാവരും ഇങ്ങനെ കർത്താവ് വലിയൊരു ജനക്കൂട്ടത്തിൻ്റെ കൂടെ ഇങ്ങനെ കർത്താവ് കടന്നു പോകുവാണ്. അപ്പോൾ ഈ ഒരു സ്ത്രീ ഇങ്ങനെ മാറി നിന്ന് കർത്താവിനെ കാണുവാണ്. എങ്ങനെയെങ്കിലും കർത്താവിൻ്റെ അടുത്തൊന്ന് എത്തണം, കർത്താവിനെ ഒന്ന് തൊടാൻ പറ്റും, അവനെ തൊടണം, അവൻ്റെ വസ്ത്രത്തിൻ്റെ വിളിമ്പിൽ തൊടാൻ പറ്റിയാൽ മതി. കാരണം അവനെ തൊട്ടാൽ എന്നാ, അവനെ തൊട്ടാൽ അവൻ അശുദ്ധനാകും അല്ലേ. എൻ്റെ മനസ്സിങ്ങനെ ഭയങ്കരമായിട്ട് പറയുന്നുണ്ട്, വേണ്ട പണി കിട്ടും അല്ലെ, നാട്ടുകാരെടുത്തിട്ട് പഞ്ഞിക്കിടും, കാരണം എനിക്ക് സമൂഹത്തിൽ വരാനുള്ള അർഹതയില്ല, യോഗ്യതയില്ല, കാരണം ഞാൻ റിച്വലി അൺക്ലീൻ ആണ്, കാരണം എൻ്റെ ബ്ലീഡിങ് നിൽക്കുന്നില്ല.
ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം അവളുടെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന ഒരു മാതൃഭാവത്തിന്റെ, ഒരമ്മയാകാനും ഒരു സ്ത്രീ ആകുവാനുമുള്ള യഥാർത്ഥ വിളിയുടെ ഒരു ഓർമ്മപ്പെടുത്തല ഓരോ മാസവും സംഭവിക്കുന്ന ആ പീരീഡ്സ് എന്ന് പറഞ്ഞ സംഭവം അല്ലെ, മാസമുറ എന്ന് പറഞ്ഞ സാധനം ഓരോ പ്രാവശ്യം ഓർമ്മപ്പെടുത്ത തന്നെ എൻ്റെ ഉള്ളിൽ അമ്മയാകാനുള്ളൊരു വിളിയുണ്ട് എന്ന് ഓർമ്മപ്പെടുത്തല അത്. അപ്പൊ പക്ഷേ അത് ഏറ്റവും ഒരു അശുദ്ധമായിട്ട് കരുതപ്പെട്ട് ആ ബ്ലീഡിംഗ് ഉള്ള ഒരു സ്ത്രീ ദേവാലയത്തിൽ പ്രവേശിക്കാൻ പാടില്ല. അത് പല ദേശങ്ങളിലും ഭാഷകളിലും സംസ്കാരങ്ങളിലും ഇതേ ഒരു ആചാരം നിലനിന്നിരുന്നു ആ ഒരു കാലത്ത്. അവരിങ്ങനെ ആ ഒരു സംഭവം ഉള്ളൊരു വ്യക്തി ഒരിക്കലും പൊതുസമൂഹത്തിൽ വരാൻ പാടില്ല, ദേവാലയത്തിൽ പ്രവേശിക്കാൻ പാടില്ല, അങ്ങനെ ഒരു കാര്യങ്ങളും പറ്റില്ല. ആ സ്ത്രീ അൺക്ലീനാണ്, തൊട്ടുകൂടാ തീണ്ടിക്കൂടാ എന്നൊരവസ്ഥയാണ്. അപ്പോൾ ഇതെല്ലാം അതിനിടയ്ക്ക് ആളുകളുടെ ഇടയിലൂടെ ഈ സ്ത്രീ ഇങ്ങനെ ഇടിച്ചു കയറി ഇങ്ങനെ ചെല്ലുവാണ്. ഇടിച്ചു കയറി ചെല്ലുമ്പം ഏകദേശം നമ്മൾ കാണുവാണ് ഇങ്ങനെ മോഹാലസ്യപ്പെട്ടതുപോലെയോ തലകറങ്ങി വീഴുന്ന പോലെ, അല്ലെങ്കിൽ ആ സ്ത്രീ ഇങ്ങനെ വീണ് കഴിയുമ്പോൾ കർത്താവിൻ്റെ അരക്കെട്ടിൽ കെട്ടിയിരിക്കുന്ന 2 വള്ളികളുണ്ട്. അതിന് ആ വള്ളികളുടെ അറ്റത്ത് കൈ ഇങ്ങനെ സ്പർശിച്ച് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ തഴുകി ഇങ്ങനെ അങ്ങ് വീട് പോവാണ്. അപ്പോൾ ഈ പാണ്ടിലോറിക്ക് ബ്രേക്ക് ഇടുന്ന നിനക്ക് കർത്താവ് ഒറ്റ നിപ്പാ ഇങ്ങനെ. എന്നിട്ട് കർത്താവ് ഇവിടെ വലിയ ജനക്കൂട്ടം ഇങ്ങനെ ഇടിച്ചിങ്ങനെ പോകുമ്പോൾ കർത്താവ് ഒറ്റ നിപ്പ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നിട്ട് ഇങ്ങനെ ആശ്ചര്യപ്പെട്ട് ഇങ്ങനെ നിന്നപ്പോൾ കർത്താവ് ചോദിക്കുക, ആരാ എന്നെ തൊട്ടത്? ശിമയോൻ ചോദിക്കണ്ടേ, എന്നാന്ന് ആരാ എന്നെ തൊട്ടത്? അപ്പം അവർക്കെല്ലാം ചോദിച്ചു, കർത്താവിന് എന്തോ പറ്റി, ആരാ നിന്നെ തൊടാത്തത് അല്ലേ? ഇത്രയേറെ ആളുകൾ തിങ്ങിക്കൂടുന്നെടുത്ത് ആരാ നിന്നെ തൊടാത്തത്? അപ്പൊ കർത്താവ് പറഞ്ഞു, അല്ലല്ല, ആരും എന്നെ തൊട്ടു, എന്നിൽ നിന്ന് ശക്തി പോയത് ഞാൻ അറിഞ്ഞു. നിങ്ങളൊക്കെ കർത്താവിനെ തൊട്ടു, എന്നിട്ടും കർത്താവിൽ നിന്ന് ശക്തി വന്നില്ല. പക്ഷെ ഒരൊറ്റ വ്യക്തി കർത്താവിനെ തൊട്ടു, അപ്പോൾ കർത്താവിൽ നിന്ന് ശക്തി പോയി. എന്താ അതിന്റെ സീക്രട്ട് എന്ന് നമുക്ക് പിന്നെ കാണാം. പക്ഷേ ഈ ഒരു സ്ത്രീ കർത്താവിനെ തൊട്ട് കർത്താവിന് മനസ്സിലായി, എൻ്റെ ഉള്ളിൽ നിന്ന് ശക്തി പോയി, ആരോ എന്നെ സ്പർശിച്ചു, എനിക്കറിയാം അത് ആരാ അത്. അപ്പോൾ നമ്മൾ ഈ ഒരു രംഗത്തിൽ നമ്മൾ കാണണം, ആ സ്ത്രീ ഇങ്ങനെ തല കുമ്പിട്ട് അവിടെ താഴെ ഇരിക്കുവാണ്. അവൾ ഉടനെ ഇങ്ങനെ അവിടെ ഇവിടെയൊക്കെ തപ്പി നോക്കുന്നുണ്ട്, ഒരു പക്ഷേ രക്തം വരുന്നുണ്ടോന്നായിരിക്കാം. അവളിങ്ങനെ ഭയങ്കര ആശ്ചര്യത്തോടെ അവൾക്ക് മനസ്സിലായി, തൊട്ട നിമിഷം അവൾ സുഖപ്പെടുവാണ്. പക്ഷേ കർത്താവിന് വേണമെങ്കിൽ നടന്നു പോകാമായിരുന്നു. സാരമില്ല, നീ സുഖപ്പെട്ടല്ലേ, ആരും അറിയണ്ട, കുഴപ്പമില്ല എന്ന് പറഞ്ഞ് കർത്താവിന് നടന്നു പോകാമായിരുന്നു. എന്തുകൊണ്ടാണ് കർത്താവ് അവിടെ നിന്നിട്ട് ചോദിച്ചത്? കർത്താവിനൊരു കുഴപ്പമില്ല, ശക്തി പുറപ്പെട്ടതുകൊണ്ട് കർത്താവിൻ്റെ ഈ നമ്മൾ ചില സൂപ്പർ ഹീറോസിനെ കാണുന്നതുകൊണ്ട് കുറച്ച് ശക്തി പോയി കഴിഞ്ഞാൽ പിന്നെ ബാറ്ററി റീചാർജ് ചെയ്യുന്നവർക്ക് കർത്താവിന് ശക്തി റീചാർജ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. കർത്താവിന് ശക്തി പോയെന്ന് ഓർത്തുകൊണ്ട് കർത്താവ്, അയ്യോ എനിക്ക് വെള്ളം വേണം, ഞാൻ ക്ഷീണിച്ചു എന്നൊന്നും കർത്താവ് പറഞ്ഞില്ല. കർത്താവ് നടന്നു പോകാമായിരുന്നു, മൈൻഡ് ചെയ്യേണ്ട കാര്യമില്ലായിരുന്നു. പക്ഷെ ആ സ്ത്രീ നിലത്തിരിക്ക് പറഞ്ഞു, ആരാ എന്നെ സ്പർശിച്ചത്? ആ സ്ത്രീ കർത്താവിൻ്റെ മുഖത്ത് നോക്കുന്നില്ല, നിലത്ത് കുമ്പിട്ട് അവസാനം എല്ലാവരും ഇങ്ങനെ എല്ലാവർക്കും മനസ്സിലായി ഏകദേശം, കാരണം നമ്മൾ നിലത്തിരിക്കുക. കർത്താവ് നിലത്ത് കുമ്പിട്ട് പറഞ്ഞു, ഞാനാ നിന്നെ തൊട്ടത്, നീ എന്തിനെങ്ങനെ പേടിക്കുന്നത് കർത്താവേ? അപ്പൊ അവൾക്ക് ഭയങ്കര പേടിയായി, കാരണം സമൂഹത്തിൽ അവൾ വിലക്കപ്പെട്ടവളാണ്, വരാൻ യോഗ്യതയില്ലാത്തവളാണ്. എല്ലാവരും ഇപ്പോൾ അവളെ ഭയങ്കരമായിട്ട് ശിക്ഷിക്കും, അവളെ മോശക്കാരിയായിട്ട് കരുതുമെന്നുള്ള ഒരു നാണക്കേടിലും അപമാനത്തിലും അവൾ തലകുമ്പിട്ടിരിക്കുമ്പോൾ കർത്താവ് പറഞ്ഞു, നീ എന്തിനാ തലകുമ്പിട്ടിരിക്കുന്നത്? ലുക്കപ്പ്, നീ എന്നെ നോക്കാൻ പറയാണ്. അപ്പോൾ അവൾക്ക് ധൈര്യമില്ല കർത്താവിനെ നോക്കാൻ അവൾക്ക് ധൈര്യമില്ല. അവരിങ്ങനെ തല കുമ്പിട്ടിരിക്കുമ്പോൾ കർത്താവ്, നീ എന്നെ നോക്ക്, നിന്നെ സുഖപ്പെടുത്തിയത് ഈ വള്ളികളോ അല്ലെങ്കിൽ എൻ്റെ വസ്ത്രമോ അല്ല. നീ എന്തിനാ എന്നെ തൊട്ടതെന്ന് ചോദിക്കുമ്പോൾ പറയാം, എന്നോട് ഒരാൾ പറഞ്ഞു കർത്താവിനെ തൊട്ടാ നീ സൗഖ്യപ്പെട്ടുകൊള്ളും. ആരാ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ പറയാണ്, ഒരു കൊളക്കരയിൽ കിടന്നൊരു മനുഷ്യനാ പറഞ്ഞു. മനസ്സിലായോ? അല്ല, കൊളക്കരയിൽ കിടന്ന ഒരാളോട് കർത്താവ് ചോദിച്ചായിരുന്നു, നിനക്ക് സുഖം വേണമെന്ന്. അവൻ എന്നാ പറഞ്ഞു? അയ്യോ കർത്താവിനെ കുളത്തിലിറക്കാൻ ആരുമില്ല എന്ന് പറഞ്ഞു അല്ലേ. നമ്മളാണെങ്കിൽ പറഞ്ഞേനെ, നിന്നോടൊക്കെ ചോദിക്കാൻ പോയി എന്നെ തല്ലിയാൽ മതി അല്ലേ. സൗഖ്യം വേണോടാന്ന് ചോദിച്ചപ്പോൾ അവൻ പറഞ്ഞു, അയ്യോ കർത്താവ് കുളത്തിലിറങ്ങാൻ പറ്റുന്നില്ല, നിന്നോടൊക്കെ കുളത്തിലിറങ്ങി കുളിക്കണോടാണോന്നാണോ ഞാൻ ചോദിച്ചേ? അല്ല, നിനക്ക് എന്നാ വേണമെന്നാ കർത്താവ് ചോദിച്ചേ? സുഖം പ്രാപിക്കാൻ നിനക്ക് ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴും അവന്റെ മുൻപിലുള്ള ലക്ഷ്യം എന്താ? എനിക്ക് കുളത്തിലിറങ്ങിയാൽ മതി. അവന്റെ ലക്ഷ്യവും അവന്റെ എന്താ ജീവിതത്തിൽ വേണ്ടതെന്ന് പോലും മറന്നുപോയി. പക്ഷെ കർത്താവ് സൗഖ്യപ്പെടുത്തി, അവന് മനസ്സിലായി ഈ വ്യക്തിയിൽ സൗഖ്യമുണ്ട്, ഈ വ്യക്തി ദൈവപുത്രനാണെന്ന് മനസ്സിലായി. അപ്പൊ ഒരുപക്ഷെ ഈ സ്ത്രീയോട് പറഞ്ഞു, സ്ത്രീ എന്ന് കർത്താവിനെ തൊട്ടിട്ട് പറഞ്ഞു, ഞാൻ എങ്ങനെയാണ് അറിഞ്ഞത് കർത്താവിനെ തൊട്ടാ സുഖപ്പെട്ടുകൊള്ളൂ. അപ്പൊ കർത്താവെ, നിന്നെ അശുദ്ധനാക്കാൻ എനിക്ക് ആഗ്രഹമില്ല, എന്നോട് ക്ഷമിക്കണം, നീ എന്നെ തൊടരുത്, എൻ്റെ അടുത്തേക്ക് വരരുതെന്ന് പറഞ്ഞ് മാറിയിരിക്കുമ്പോൾ കർത്താവ് അവളുടെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പോൾ അപ്പുറത്തുനിന്ന് ഒരു യഹൂദനായ വ്യക്തി കടന്നു വരുന്നതാണ്, അവളെ തൊടരുത്, നമുക്ക് അവളെ ഇവിടുന്ന് പുറത്താക്കണം. കർത്താവ് വളരെ കർക്കശമായിട്ട് ആ വ്യക്തിയെ നോക്കി പറയുന്നുണ്ട്, അവളെ ഒരിടത്തും കൊണ്ടുപോകരുത്, അവള് ക്ലീനാണ്, ഷീസ് ക്ലീൻ. കർത്താവ് ഒരു പ്രഖ്യാപനം നടത്തുവാണ് ആ സമൂഹത്തിന് മുന്നിൽ. എന്താണ്? ഷീസ് ക്ലീൻ. അവിടെ സൗഖ്യപ്പെട്ടത് അവളുടെ ശരീരം മാത്രമല്ല, അവിടെ സൗഖ്യപ്പെട്ടത് അവളുടെ അന്തസ്സാണ്. ഇത്രയും നാളും ആരുമില്ല, ആരും അവളെ തൊടത്തില്ല, ആരും അവളുടെ അടുത്തേക്ക് ചെല്ലത്തില്ല, ഒറ്റപ്പെട്ടും തഴയപ്പെട്ടും ഉപേക്ഷിക്കപ്പെട്ടും ജീവിതം പാഴായി. ഞാൻ എന്തിനു ജീവിക്കുന്നത്? 12 വർഷമായിട്ട് അവൾ പോകാത്ത ഡോക്ടേഴ്സ് ഇല്ല, അവൾ അലയാത്ത കയറി ഇറങ്ങാത്ത ആശുപത്രികളില്ല,
അവള് പരീക്ഷിക്കാത്ത ഒറ്റമൂലികളില്ല. എന്നിട്ടും അപ്പൊ എല്ലാവരും അവളെ എഴുതി തള്ളി. ഇനി നിന്റെ കാര്യം ഇനി പോക്കാം, നീ തീർന്നു, നിന്നെ കൊണ്ട് ഇനി ആർക്കും യാതൊരു ഉപകാരമില്ല, നീ എന്നും ഇങ്ങനെ തൊട്ടുകൂടാ തീണ്ടിക്കൂടാത്തവളായിട്ട്, ആർക്കും വേണ്ടാത്തവളായിട്ട് നീ ഇങ്ങനെ ജീവിതം കഴിക്കേണ്ടി വരുമെന്നുള്ള വേദനയിൽ നിൽക്കുന്ന ആ വ്യക്തിയെ, ആ വേദനയിൽ നിന്ന് സമൂഹത്തിലേക്ക് അവളെ തിരിച്ചു കൊണ്ടുവരിക. ആ വ്യക്തിക്ക് കർത്താവ് ഒരു അന്തസ്സ് കൊടുത്തു, ഒരു കുലീനത കൊടുത്തു, ആ സമൂഹത്തിലൊരു സ്ഥാനം കൊടുത്തു. ഇനി അവൾ സുഖപ്പെട്ടു എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കാതിരിക്കേണ്ട കാര്യമില്ല. കാരണം കർത്താവ് പൊതുസമൂഹത്തിൽ വെച്ച് അവളെ കുറിച്ച് ഇങ്ങനെ പറയുവാണ്, നീ സുഖപ്പെട്ടു. എന്നിട്ട് പറയണ, എൻ്റെ വസ്ത്രമല്ല നിന്നെ സുഖപ്പെടുത്തിയത്, നിന്റെ വിശ്വാസമാണ് നിന്നെ സുഖപ്പെടുത്തിയത്, നീ ദൈവത്തിൻ്റെ മകളല്ലേ. അവൾ ഇതുവരെ ഒരുപക്ഷെ ആരും മോളേന്ന് പോലും വിളിച്ചിട്ടുണ്ടാവില്ല, അല്ലെ? ഒരുപക്ഷെ ആർക്കും വേണ്ടാത്തവളായിട്ട് അയിത്തം കൽപ്പിച്ച് അകറ്റി നിർത്തിയിരുന്ന ആ സ്ത്രീയെ ആരും മോളെ എന്ന് പോലും വിളിച്ചിട്ടുണ്ടാവില്ല. അവളെ കർത്താവ് വിളിച്ചു, മോളെ, നീ ദൈവത്തിൻ്റെ മകളാണ്, നിന്നെ സൗഖ്യപ്പെടുത്തിയതാണ്, നീ ധൈര്യമായിട്ട് ഇനി നിനക്ക് മുന്നോട്ട് ജീവിക്കാം. വീണ്ടും മത്തായിയുടെ സുവിശേഷം 8-ാം അധ്യായത്തിൽ ആദ്യ ഭാഗത്ത് ഒരു കുഷ്ഠരോഗിയെ നമ്മൾ കാണുന്നുണ്ട്. ഈ കുഷ്ഠരോഗി കർത്താവിൻ്റെ അടുത്ത് വന്ന് എന്താ പറയുന്നത്? കർത്താവേ, നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധനാക്കാൻ കഴിയും. കർത്താവ് പറഞ്ഞു, ഓക്കടെ കുട്ട, നീ സുഖപ്പെട്ടോട്ടോ എന്ന് പറഞ്ഞാണോ കർത്താവിനെ സുഖപ്പെടുത്തിയത്? അല്ല, അവനെ സ്പർശിച്ചു, അല്ലെ? യേശു കൈനീട്ടി അവനെ സ്പർശിച്ചുകൊണ്ട് അരുൾ ചെയ്തു, എനിക്ക് മനസ്സുണ്ട്, നിനക്ക് ശുദ്ധി വരട്ടെ. യേശു കൈ നീട്ടി അവനെ സ്പർശിച്ചു. അവിടെ ഇല്ലാതായി പോയത് എന്താ? അവന്റെ കുഷ്ഠരോഗം മാത്രമല്ല, അവന്റെ കുഷ്ഠരോഗം സുഖപ്പെട്ടാലും എല്ലാവർക്കും അവന് സംശയമായിരിക്കും, നീ ആ കുഷ്ഠരോഗി അല്ലടാ, നീ ശരിക്കും സുഖപ്പെട്ടോ, എനിക്ക് വിശ്വാസമൊന്നുമില്ല, നീ ഇച്ചിരി അങ്ങ് മാറി നിന്നാൽ മതി. അതായിരിക്കും സമൂഹത്തിൽ ഉണ്ടാകാൻ പോകുന്ന പൊതുവായിട്ടൊരു നിലപാട്, ഒരു ആറ്റിറ്റ്യൂഡ്. പക്ഷെ കർത്താവ് കൈനീട്ടി സ്പർശിച്ചു എന്ന് പറയുമ്പോൾ കുറേ കൂടി ആഴത്തിൽ നമുക്ക് വേണമെങ്കിൽ പറയാം. അന്നത്തെ കാലത്തെ ഇങ്ങനെ ഒരു സ്പർശനത്തെക്കാൾ കൂടുതൽ ഒരു കർത്താവ് വേണേൽ അവനെ വാരി പുണർന്നിട്ടുണ്ടാവാം. അസീസിയിലെ വിശുദ്ധ ഫ്രാൻസിസ് ആ ഒരു കുഷ്ഠരോഗിയെ കെട്ടിപ്പിടിച്ച് ആ ഓരോ കുഷ്ഠത്തിലും ഉമ്മ വെച്ചപ്പോൾ അത് മാഞ്ഞു പോയതുപോലെ കർത്താവ് അവനെ കൈനീട്ടി ചേർത്ത് പിടിച്ചിട്ട് പറഞ്ഞു, എനിക്ക് മനസ്സുണ്ടാ, നീ സുഖപ്പെടട്ടെ. അവിടെ ഇല്ലാതായത് അവന്റെ കുഷ്ഠരോഗത്തെക്കാളും അവന്റെ അയിത്തമാണ് അവിടെ ഇല്ലാതായത്. തൊട്ടുകൂടാ, അവനെ ആർക്കും വേണ്ട എന്നുള്ള ചിന്ത, സമൂഹത്തിൽ അവൻ ഇല്ലാതിരുന്ന സ്ഥാനം, ആരും അവന് കൊടുക്കാതിരുന്ന വില അവന് കിട്ടി. പ്രിയമുള്ളവരെ, നമ്മൾ അതുകൊണ്ട് ഏറ്റവും ആത്യന്തികമായിട്ട് സുഖപ്പെടേണ്ടത് നമ്മുടെ ഹൃദയങ്ങളിലാണ്, നമ്മുടെ മനസ്സിലാണ്. ഏറ്റവും കൂടുതൽ മുറിവുള്ളത് അവിടെയാണ്. ഈശോ സുഖപ്പെടുത്തിയപ്പോൾ ഈ രക്തസ്രാവക്കാരിയുടെ രക്തസ്രാവം മാത്രം മാറ്റിയത് മാത്രമല്ല, അവളുടെ മനസ്സിൽ, അവളുടെ ഹൃദയത്തിൽ, അവളുടെ സമൂഹത്തിൽ അവളെ സുഖപ്പെടുത്തി ദൈവത്തിൻ്റെ സ്വന്തം മകളായിട്ട് അവർക്ക് നില കൊടുത്തു, അവൾക്കൊരു വില കൊടുത്തു. അവൾക്കിനി അഭിമാനത്തോടെ തല ഉയർത്തി നടക്കാം സമൂഹത്തിൽ. ഈ കുഷ്ഠരോഗിക്കും കർത്താവ് തിരിച്ചു കൊടുത്തത് അവൻ്റെ ശരീരത്തിലെ വ്രണങ്ങൾ എടുത്തു മാറ്റിയത് മാത്രമല്ല, അവനോടുണ്ടായിരുന്ന എല്ലാ അയിത്തവും, എല്ലാ ബൗണ്ടറികളും കർത്താവ് ഭേദിച്ചു. ആരും തൊടാൻ അറച്ചിരുന്ന ആ വ്യക്തിയെ തൊട്ടുകൊണ്ട് കർത്താവ് പറഞ്ഞു, നിനക്ക് സുഖം ഉണ്ടാവട്ടെ. അവനെ ഇങ്ങനെ ചേർത്ത് പിടിച്ചിട്ട്, അല്ലെങ്കിൽ അവനൊന്ന് കെട്ടിപ്പിടിച്ചു, അവനൊരു ഹഗ് കൊടുത്തിട്ട് പറഞ്ഞു, എടാ നിനക്ക് സുഖം ഉണ്ടാവട്ടെ, നീ സുഖപ്പെട്ടിരിക്കുന്നു. എവിടെയാ? നിന്റെ ഹൃദയത്തിൽ. നീ ആരും വേണ്ടാത്തവനായിട്ട് നീ അലഞ്ഞു നടക്കില്ല, നിന്നെ സമൂഹത്തിൽ ഇനി ആരും അകറ്റി നിർത്തില്ല, വീട്ടിൽ പോലും കയറ്റാതെ, വീട്ടിൽ പോലും വിലയില്ലാതെ നീ ഭ്രഷ്ടനാക്കപ്പെടില്ല. കാരണം നിന്നെ ഞാൻ സ്വന്തമാക്കിയിരിക്കുന്നു, നിന്നെ ഞാൻ വീണ്ടെടുത്തിരിക്കുന്നു. അതാണ് ഈശോ നൽകുന്ന സൗഖ്യം. പുതിയ നിയമത്തിലെ സൗഖ്യങ്ങളെല്ലാം അങ്ങനെയാണ്. സൗഖ്യങ്ങളിൽ ഒരിടത്തും കർത്താവ് സൗഖ്യപ്പെടുത്തിയിട്ട് പോവല്ല, ആ വ്യക്തിയെ റിസ്റ്റോർ ചെയ്യുവാണ്. ആ വ്യക്തിക്ക് നഷ്ടപ്പെട്ട ജീവിതത്തിൻ്റെ മഹിമയിലേക്ക് ആ വ്യക്തിയെ തിരികെ കൊണ്ടുവരുവാണ്. പ്രിയപ്പെട്ടവരെ, നമ്മൾക്ക് കിട്ടേണ്ട സൗഖ്യം നമ്മൾ ഒരു തൊലിയോട് മാത്രമേ ഉള്ളൂ, അല്ലെങ്കിൽ ശരീരത്തിൽ മാത്രമേ ഉള്ളൂ എന്ന് പറയുമ്പോഴും ഞാനൊരു പൂർണ്ണ മനുഷ്യനായിട്ട് അവിടെ വീണ്ടെടുക്കപ്പെടുന്നില്ല, എൻ്റെ സൗഖ്യം പൂർണ്ണമല്ല. അതുകൊണ്ടാണ് പുതിയ നിയമത്തിൽ ആടിനെ അന്വേഷിച്ചു പോകുന്ന ഇടയൻ കൊടുക്കുന്ന സൗഖ്യം എന്നാണ്, അവൻ കണ്ടെത്തുവാണ് ഓരോ വ്യക്തിയും. എന്നെ സുഖപ്പെടുത്തുമ്പം എൻ്റെ ശരീരത്തെ അല്ല, ഞാനെന്ന വ്യക്തിയെ കർത്താവ് വീണ്ടെടുത്ത് തിരിച്ചു കൊണ്ടുവന്ന് എന്നെ കർത്താവ് പൂർണ്ണമായിട്ട് ഒരു സൗഖ്യത്തിലേക്ക് വിടുവാണ്. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം സംഭവിച്ച കാര്യങ്ങളൊക്കെ നോക്കിയാൽ നമുക്ക് മനസ്സിലാകും. കർത്താവിൻ്റെ ഉത്ഥാനത്തിന് ശേഷം ഇതെല്ലാം ഇത്തരം സൗഖ്യങ്ങളാണ്. കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. ശിഷ്യന്മാരുടെ അവസ്ഥ എന്നാ? പോയേ എല്ലാം പോയേ, ഞങ്ങൾ എന്തിനാ ജീവിക്കുന്നത്, അല്ലെ? ഞങ്ങൾക്ക് സ്വന്തമായിട്ടൊന്നുമില്ല. ഇത്രയും നാളും ഇൻവെസ്റ്റ്മെന്റ് ചെയ്ത കർത്താവ് മരിച്ചു, അടക്കപ്പെട്ടു. ഇത്രയും നാളത്തെ അധ്വാനം പാഴായിപ്പോയി. അത് സൂചിപ്പിക്കുന്നതാണ് കടലിൽ വല വീശാൻ പോയിട്ട് മീനൊന്നും കിട്ടാതെ ഇങ്ങനെ തുഴഞ്ഞുകൊണ്ടും വീശിക്കൊണ്ടിരിക്കുക. അധ്വാനം മൊത്തം പാഴായിപ്പോയി, വിഫലമായിപ്പോയി. ഞാൻ എന്തിനു ജീവിക്കണം?
ഇത്രയും നാളും ഉണ്ടാക്കിയതും അധ്വാനിച്ചതും കഷ്ടപ്പെട്ടതും ഒക്കെ വെറുതെ ആയിപ്പോയി. കർത്താവ് അവിടേക്ക് കടന്നു വന്നിട്ട് അവരുടെ അധ്വാനത്തിന് അർത്ഥം കൊടുക്കുവാണ്. കർത്താവ് അവിടേക്ക് കടന്നു വന്നിട്ട് അവരുടെ അധ്വാനത്തെ കർത്താവ് അനുഗ്രഹിച്ചു. അവരുടെ അധ്വാനത്തിന് കർത്താവ് അവിടെ അർത്ഥം കൊടുത്തു. മഗ്ദലേന പറയും, കരഞ്ഞുകൊണ്ട് നിൽക്കുകയാണ് കല്ലറയെങ്കിൽ, എൻ്റെ കർത്താവിനെ ആരോ കട്ടുകൊണ്ട് പോയി എന്ന് പറഞ്ഞു. ഇത്രയും നാളും ഉണ്ടായിരുന്നു, അവളുടെ സ്നേഹം നഷ്ടപ്പെട്ടു, ആശ്രയം നഷ്ടപ്പെട്ടു, എന്നെ ആകപ്പാടെ മനസ്സിലാക്കിയിരുന്ന ഒരു മനുഷ്യനായിരുന്നു, അതും നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് കരഞ്ഞുകൊണ്ട് നിൽക്കുമ്പോൾ കൺമുൻപിലുള്ളത് കാണുന്നില്ല. കണ്ണുനീര് കൊണ്ട്, വേദന കൊണ്ട്, ദുഃഖം കൊണ്ട് അവൾ അന്ധയായിപ്പോയി. കർത്താവ് അവളെ പേര് ചൊല്ലി വിളിച്ചു. ആ കണ്ണുനീരിനിടയിലൂടെ അവൾ കണ്ടു, എൻ്റെ ജീവിതം നഷ്ടപ്പെട്ടിട്ടില്ല, ആ കർത്താവ് ഇപ്പോഴും അവിടെ ഉണ്ട്. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാരെ നമുക്കറിയാം. എമ്മാവൂസിലേക്ക് പോകുന്ന ശിഷ്യന്മാർക്ക് എന്നാ ആവശ്യമില്ലാത്തൊരു യാത്രയാണ്. ഇപ്പോൾ നിങ്ങൾ അത്യാവശ്യമായിട്ട് എന്തെങ്കിലും ഒരു എമർജൻസിക്ക് വേണ്ടി ആശുപത്രിയിൽ പോവാം. നിങ്ങൾ എത്തിച്ചേരാതെ പറ്റത്തില്ലല്ലോ. ആശുപത്രിയിൽ പോകുമ്പോൾ വഴിക്ക് വെച്ച് ഒരാളെ കണ്ടു, വീട്ടിൽ നിന്ന് ഫോൺ കോൾ വരുവാണ്, അവിടെ നിങ്ങൾ വീട്ടിലുണ്ടെങ്കിൽ ഇപ്പോൾ ആടിനെ അഴിച്ച് മാറ്റിക്കെട്ടണം എന്ന് പറഞ്ഞാൽ നിങ്ങൾ ആശുപത്രിയിൽ പോവോ? ആദ്യം ആടിനെ അഴിച്ച് മാറ്റിക്കെട്ടാൻ പോവോ? നിങ്ങൾ ആശുപത്രിയിൽ പോകും. കാരണം നിങ്ങൾക്ക് വ്യക്തമായ ലക്ഷ്യബോധമുണ്ട്, ഞാൻ പോകേണ്ടത് എങ്ങോട്ടാണ്. ആ യാത്ര നമ്മൾ മാറ്റിവെക്കില്ല. പക്ഷേ ഇവർ ജീവിതത്തിൽ നിന്ന് എമ്മാവൂസിലുള്ള ഒരു ഒളിച്ചോടുവാണ്. ജീവിതത്തിൽ നിന്ന് കർത്താവിനെ കണ്ടുമുട്ടുന്ന അവർ പോയതിൻ്റെ ഡബിൾ സ്പീഡിലാണ് തിരിച്ചു വരുന്നത്. ലക്ഷ്യമില്ലാത്ത അവരുടെ ജീവിതത്തിന് കർത്താവ് ഒരു ലക്ഷ്യബോധം കൊടുക്കുവാണ്. വീണ്ടും ഒരു കാര്യം കൂടി നമ്മൾ ഓർക്കണം, പത്രോസിനെ കർത്താവ് ഏറ്റവും ആഴത്തിൽ സ്പർശിക്കുന്നു. കാരണം ചങ്കോട് ചേർത്ത് പിടിച്ച ആ ഒരു പ്രിയ ശിഷ്യൻ എത്ര പ്രാവശ്യം കർത്താവിനെ തള്ളി പറഞ്ഞേ? എവിടെ വെച്ചാ തള്ളി പറഞ്ഞേ? അവിടെ ആ മുറ്റത്തിരുന്ന് ആ കയ്യാഫാസിന്റെ അടുത്തേക്ക് കർത്താവിനൊക്കെ കൊണ്ടുപോകുമ്പോഴത്തേക്ക് അവിടെ തീ കാഞ്ഞുകൊണ്ടിരിക്കുന്ന, അവിടെ വട്ടത്തിരുന്ന് പത്രോസും ഇങ്ങനെ തീ കാഞ്ഞുകൊണ്ടിരിക്കുകയാണ് രാത്രി. അതിന്റെ ചുറ്റും നിന്ന് ഓരോരുത്തരും ചോദിക്കുന്നത്, പത്രോസ് അല്ലേടാ? കർത്താവിന്റെ കൂടെയുള്ളവനല്ലേടാ? കർത്താവോ? പത്രോസോ? ആരാ? അല്ലേ? വീണ്ടും പത്രോസ് ഈ ഒരു വള്ളത്തിൽ നിന്ന് ചാടി കരയ്ക്കെത്തുമ്പോൾ അവിടെ എന്ത് കൂട്ടിയിരിക്കുകയാണ്? കനല് കൂട്ടി കർത്താവ് അവന് വേണ്ടി കാത്തിരിക്കുവാണ്. അപ്പോൾ അവന് നൊസ്റ്റാൾജി അടിച്ചു, അല്ലേ? ദൈവമേ, വീണ്ടും തീ, വീണ്ടും കനല്, അല്ലേ? ഒരു കനലിന്റെ ചുറ്റും വരുന്ന തീ കാഞ്ഞപ്പോൾ കൈവിട്ടു പോയതാണ്. അല്ല, ചിലപ്പോൾ അറിഞ്ഞോണ്ടായിരിക്കല്ല, ജീവിതത്തിന്റെ ചില സങ്കീർണമായ നിമിഷങ്ങൾ നമുക്ക് പിടിവിട്ടു പോകും. ആഗ്രഹമുണ്ട് കർത്താവാണ് എന്ന് പറയണം, ഞാൻ പത്രോസാണെന്ന് പറയണം, നിനക്ക് എന്നാ ചെയ്യാൻ പറ്റുമോ എന്നൊക്കെ ചോദിക്കണം. അതൊക്കെ വിഴുങ്ങിപ്പോയി. ആൾക്കാരെ കണ്ടപ്പോൾ പേടിയായപ്പോൾ പറ്റിപ്പോയി, അല്ലെ? ജീവിതത്തിന്റെ ചില സങ്കീർണമായ നിമിഷങ്ങളിൽ, ജീവിതത്തിന്റെ ചില ബുദ്ധിമുട്ടുകളിൽപ്പെട്ട് ഞാനങ്ങ് സ്ലിപ്പായിപ്പോയി. അതിനെക്കുറിച്ച് ഓർത്ത് ഭയങ്കരമായ കുറ്റബോധം എൻ്റെ ഉള്ളിൽ കിടക്കുവാണ്. ആത്മനിന്ദയിൽ ഞാനിങ്ങനെ നീറിക്കൊണ്ടിരിക്കുവാണ്. എനിക്ക് പറ്റുന്നില്ല ജീവിക്കാൻ. കാരണം എപ്പോൾ ഓർത്താലും ഈ ഒരു സംഭവം മാത്രമേ മനസ്സിലേക്ക് വരൂ. അപ്പൊ കർത്താവ് കനല് കൂട്ടി അവിടെ കാത്തിരുന്ന് പത്രോസിനോട് എത്ര പ്രാവശ്യം ചോദിച്ചു? 3 പ്രാവശ്യം ചോദിച്ചു. എന്ത് ചോദിച്ചു? യോനായുടെ പുത്രനായ ശിമിയോനെ, ഇവരെക്കാൾ അധികമായിട്ട് നീ എന്നെ സ്നേഹിക്കുന്നുണ്ടോ? എത്ര പ്രാവശ്യം തള്ളി പറഞ്ഞു? 3 പ്രാവശ്യം തള്ളി പറഞ്ഞു. കർത്താവ് എത്ര പ്രാവശ്യം ഡു യു ലവ് മീ എന്ന് ചോദിച്ചു? 3 പ്രാവശ്യം ചോദിച്ചു. ഓരോ ചോദ്യത്തിലും അവൻ്റെ ഓരോ കുറ്റബോധത്തിൻ്റെയും, അവൻ്റെ ഓരോ നിന്ദനയുടെയും, അവൻ്റെ അപമാനത്തിൻ്റെയും ഭാരം കർത്താവ് എടുത്തു മാറ്റി. ഇതെടുത്ത് മാറ്റിയില്ലായിരുന്നെങ്കിൽ പത്രോസ് ഇങ്ങനെ പ്രസംഗിക്കാൻ നേരത്ത് ചോദിക്കും, അല്ല ഡയലോഗൊന്നും അടിക്കണ്ട, അവിടെ ഇരുന്നോ, അവിടെ തീ കാഞ്ഞുകൊണ്ടിരുന്നപ്പോൾ കർത്താവ് അല്ലേടാന്ന് ചോദിച്ചപ്പോൾ നീ 3 പ്രാവശ്യം ഒറ്റിക്കൊടുത്തവനല്ലേ, തള്ളി പറഞ്ഞവനല്ലേ, എന്നിട്ട് നീ ഇപ്പോൾ കർത്താവിനെ കുറിച്ച് പറയാൻ നിനക്ക് എന്നാ യോഗ്യതയുണ്ടെന്ന് ചോദിക്കും. ഈ അപമാനം, ഈ ഭാരം കർത്താവ് എടുത്തു മാറ്റിയപ്പോൾ പത്രോസിന് ധൈര്യത്തോടെ പറയാം, ഞാൻ പറഞ്ഞു, പക്ഷെ കർത്താവ് എന്നെ വീണ്ടെടുത്തു, കർത്താവ് എനിക്ക് സൗഖ്യം തന്നു, അതുകൊണ്ട് ഞാൻ ഇനിയും ധൈര്യത്തോടെ പറയും, കർത്താവിനെ കുറിച്ച് പറയും. ഈശോയിലേറെ സ്നേഹം നിറഞ്ഞവരെ, നമ്മൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിച്ചൊരുങ്ങുമ്പോൾ നമ്മൾ നമ്മുടേതായ പല വേദനകളിലും രോഗങ്ങളിലും അസ്വസ്ഥതകളിലും പെട്ട് ബുദ്ധിമുട്ടുന്നവരാണ്. അപ്പോൾ നമ്മൾ ചിന്തിക്കേണ്ട ഒരു കാര്യം, കർത്താവ് ഇപ്പം എൻ്റെ എല്ലാ ആ രോഗങ്ങൾ മാറ്റിത്തരും. കയ്യിലെ വേദന മാറ്റിത്തരും, കാലിലെ വേദന മാറ്റിത്തരും, നടുവിൻ്റെ വേദന മാറ്റിത്തരും, അത് മാറ്റിത്തരും, ഇത് മാറ്റിത്തരും എന്നു മാത്രമുള്ള ചിന്തയിൽ നമ്മൾ കുടുങ്ങിപ്പോകരുത്. കർത്താവ് ഒരു പക്ഷേ നീ ചോദിക്കുമ്പോൾ നിന്റെ വേദന എടുത്ത് മാറ്റത്തില്ല. ദൈവം എല്ലാ പ്രാർത്ഥനയും കേട്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ആദ്യം ഗത്സമനിലേക്ക് ഒന്ന് പോയാൽ മതി. പിതാവേ, കഴിയുമെങ്കിൽ ഈ പാനപാത്രം മാറ്റിത്തരണമേ എന്ന് കർത്താവ് പ്രാർത്ഥിച്ചു. പിതാവ് പറഞ്ഞു, നീ സാരമുള്ള കൂട്ടാ, നീ എൻ്റെ പൊന്നോമന പുത്രനല്ലേ, നിന്നെ ഞാൻ പ്രസാദിച്ചിരിക്കുന്നല്ലേ, നിനക്ക് എന്നാ ഞാൻ മാറ്റിത്തരണ്ടേ, കൊച്ചു വിഷമിക്കണ്ടാട്ടോ എന്ന് പറഞ്ഞ് കണ്ണീർ തുടച്ച് അതെടുത്ത് മാറ്റിയോ? ഒന്നും മാറ്റിയില്ല. കർത്താവിൻ്റെ സഹനങ്ങളെ പിതാവായ ദൈവം എടുത്ത് മാറ്റുന്നത് നമ്മൾ സുവിശേഷത്തിലൊന്നും കാണുന്നില്ല. കർത്താവ് പറഞ്ഞു, എങ്കിൽ എൻ്റെ ഹിതമല്ല നിന്റെ ഹിതം നിറവേറട്ടെ എന്ന് പ്രാർത്ഥിച്ചു. ആ സഹനങ്ങളിലൂടെ തന്നെ കടന്നു പോകേണ്ടി വന്നു, കാരണം അത് ആവശ്യമായിരുന്നു. പൗലോസ് പ്രാർത്ഥിച്ചു. എന്നാ പ്രാർത്ഥിച്ചേ? ഞാൻ ഞെക്കി മടുത്തു, ആ ഒരു മുള്ള്
ഊരി പോരുന്നില്ല. ആശുപത്രിയിൽ പോയി ഡോക്ടർമാർ കുടിലിട്ട് പിടിച്ചിട്ടും കിട്ടുന്നില്ല. കർത്താവെ, നീ എങ്ങനെയും ആ മുള്ളൊന്ന് എടുത്ത് മാറ്റിത്തരണം. കർത്താവ് പറഞ്ഞു, ഇപ്പൊ എടുത്തു തരാടാ. ആ മുള്ള അവിടെ തന്നെ ഇരിക്കട്ടെ, നിനക്ക് എന്ത് മതി? എൻ്റെ കൃപ മതി. യെശയ്യാ 53:5, അവന്റെ മുറിവുകളാൽ നമ്മൾ സൗഖ്യമാക്കപ്പെട്ടു. നമ്മൾ സൗഖ്യമാക്കപ്പെട്ടു. ഈശോയിൽ ഏറെ സ്നേഹം നിറഞ്ഞവരെ, നിന്റെ ജീവിതത്തിലുള്ള സൗഖ്യം എന്ന് പറയുന്നത് 2 തരത്തിലാണ്. ഒന്നെങ്കിൽ നീ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് നിന്റെ രോഗം എടുത്തു മാറ്റും, നിന്റെ പീഡ എടുത്തു മാറ്റും. അതല്ലെങ്കിൽ അതിനെ സ്വീകരിക്കുവാനും അതിനെ കൃപയാക്കി മാറ്റാനും അതുമായിട്ട് ജീവിക്കാനുള്ള കൃപ കർത്താവ് നിനക്ക് തരും. സൗഖ്യം 2 തരത്തിലാണ്. ഒന്നുകിൽ രോഗം എടുത്തു മാറ്റി, വേദന എടുത്തു മാറ്റി കർത്താവ് സൗഖ്യം തരും. അതല്ലെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള കൃപ നിനക്ക് കർത്താവ് തരും. ദ ഗ്രേസ് ഓഫ് അഫ്ലിക്ഷൻ. രോഗത്തെ സ്വീകരിക്കാൻ, വേദനയെ സ്വീകരിക്കാൻ കർത്താവ് കൃപ തരും. ചില വ്യക്തികളുടെ ജീവിതത്തിൽ അവർക്ക് സൗഖ്യപ്പെട്ടതിനേക്കാൾ കൂടുതൽ അവളുടെ രോഗത്തിൽ എങ്ങനെ ജീവിക്കുന്നു എന്ന് കാണുമ്പോൾ ഓട്ടോമാറ്റിക്കലി കരങ്ങൾ സ്വർഗത്തിലേക്ക് ഉയർത്തി ദൈവത്തെ സ്തുതിക്കും. ദൈവമേ, നിന്റെ കൃപയില്ലാതെ ആർക്കും ഇത് പറ്റത്തില്ല. ഞാൻ കണ്ടിട്ടുണ്ട് എൻ്റെ ജീവിതത്തിൽ മിനിമം 2-3 പേരെങ്കിലും എനിക്കറിയാം, ഊഹിക്കാൻ പറ്റാവുന്നതിൽ അപ്പുറം സഹനങ്ങൾ, ശാരീരികമായിട്ട് ക്യാൻസറിൻ്റെ ഒക്കെ പേരിൽ ശരീരം കീറി മുറിക്കപ്പെട്ടവരും പല പ്രാവശ്യം സർജറിയിലൂടെ കടന്നുപോയവരും അവരുടെ മുഖത്ത് എന്താ പ്രകാശമെന്നറിയാം. കർത്താവ് അവരുടെ രോഗം എടുത്തു മാറ്റിയിട്ടല്ല അവരെ സൗഖ്യപ്പെടുത്തിയത്, ആ കുരിശ് വഹിക്കാൻ ശക്തി കൊടുത്തുകൊണ്ടാണ് കർത്താവ് അവരെ സൗഖ്യപ്പെടുത്തിയത്. അപ്പോൾ സൗഖ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കുഞ്ഞുവാവുകളെ പോലെ എനിക്കിപ്പോൾ പാല് വേണം, ബിസ്ക്കറ്റ് വേണം എന്ന് പറയുന്നത് പോലെ എൻ്റെ രോഗം ഇപ്പോൾ എടുത്ത് മാറ്റി തരണമെന്ന് പ്രാർത്ഥിക്കുന്നതിനോടൊപ്പം ദൈവം ആഗ്രഹിക്കുന്നത് ഞാൻ ഈ സഹനങ്ങളിലൂടെ, ഈ വേദനയിലൂടെ കടന്നു പോകാനാണെങ്കിൽ അത് ഏറ്റെടുക്കാനുള്ള കൃപ എനിക്ക് തരണമേ എന്ന് കൂടി പ്രാർത്ഥിക്കാൻ പറ്റണം. അവിടെയാണ് സൗഖ്യം നടക്കുന്നത്. ഗലീലയിലുള്ള എല്ലാ രോഗികളെയും കർത്താവ് സൗഖ്യപ്പെടുത്തിയില്ല, എല്ലാവരുടെയും വേദന കർത്താവ് എടുത്ത് മാറ്റില്ല. ദൈവം പൗലോസിന് ആ മുള്ള് കൊടുത്തിട്ട് പറഞ്ഞു, നിന്റെ ആ മുള്ള് കൊണ്ട് നീ ലോകം മുഴുവൻ സുവിശേഷം പ്രഘോഷിക്കുമ്പോൾ നിനക്ക് നൽകപ്പെട്ടിരിക്കുന്ന ആ മുള്ളിലൂടെ, ആ അനുഭവത്തിലൂടെ കൃപ വർഷിക്കപ്പെടും. നിന്റെ ബലഹീനതയിലുമാണ് ദൈവത്തിന്റെ കൃപ ഒഴുകുന്നത്. നിനക്ക് ദൈവം ആ രോഗം തന്നിട്ടുണ്ടെങ്കിൽ, ആ രോഗം സഹിക്കാൻ ദൈവം നിന്നെ വിളിച്ചിട്ടുണ്ടെങ്കിൽ, നിന്നെ ദൈവം ഏറ്റവും അനുഗ്രഹിക്കാൻ പോകുന്ന ഇടവും നീ ആ രോഗത്തെ സ്വീകരിക്കുമ്പോഴാണ്, ആ വേദനയെ സ്വീകരിക്കുമ്പോഴാണ്, ആ നൊമ്പരത്തെ സ്വീകരിക്കുമ്പോഴാണ്. അത് സ്വീകരിച്ചില്ലെങ്കിൽ അത് കയ്പായിട്ട് തന്നെ നിലനിൽക്കും. സഹനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ നാച്ചുറലാണ്. ഒരുപക്ഷെ എൻ്റെ ജീവിതത്തിൽ ഒരാൾ മരിച്ചുപോയി എന്ന് വിചാരിക്കുക, അല്ലെങ്കിൽ എൻ്റെ കൈയൊടിഞ്ഞു എന്ന് വിചാരിക്കുക, അതൊരു സഹനമാണ്. പക്ഷെ വേദന ഞാൻ കൊടുക്കുന്നതാണ്. അതിലേക്ക് വരാം. പക്ഷെ ഇത്രയും ചിന്തിക്കുക, സഹനങ്ങൾ നമ്മുടെ ലൈഫിൽ സംഭവിക്കും. സഹനങ്ങളിലൂടെ കടന്നു പോകാത്തവരാരുമില്ല. സഹനങ്ങളെല്ലാവരുടെയും ജീവിതത്തിലുണ്ട്, സഹനങ്ങളില്ലാത്തവരാരുമില്ല. പക്ഷെ സഹനങ്ങളിൽ വേദന ഒരുപക്ഷെ നമ്മൾ കൂട്ടിച്ചേർക്കുന്നതാണ്. അതെങ്ങനെ സ്വീകരിക്കണമെന്ന് ഞാൻ തീരുമാനിക്കണം. അപ്പോൾ ഒരുപക്ഷെ എൻ്റെ സഹനങ്ങൾ എനിക്ക് കൃപയായിട്ട് വരും. അതുകൊണ്ടാണ് പൗലോസ് ശ്ലീഹയോട് പറഞ്ഞ, എടാ കുട്ട, ആ മുള്ള അവിടെ ഇരുന്നോട്ടെ, അത് നാളെ കൃപയായിട്ട് നിനക്ക് അനുഭവപ്പെടും. അപ്പൊ ആ ഒരു എന്താ പറയുക, കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് നമ്മുടെ ജീവിതങ്ങളിൽ എങ്ങനെ സൗഖ്യം നേടണം. എവിടെയാ സൗഖ്യം ഇരിക്കുന്നത്? ഹലോ, ജസ്നച്ചനാണ് ഇവിടെ ഉണ്ട്. എങ്ങനെയാ സൗഖ്യം നേടുന്നത്? എവിടെയാ സൗഖ്യം ഇരിക്കുന്നത്? കർത്താവിൽ അല്ലെ. അതായത് ഞാൻ പറയാതെ നിങ്ങൾക്കറിയാം, ഞാൻ വലിയ വലിയ കാര്യങ്ങളൊന്നും നിങ്ങളോട് പറയാൻ പോകുന്നില്ല. നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളെ മാത്രം ഒന്ന് ചിട്ടപ്പെടുത്തി പറയുന്നതേ ഉള്ളൂ. ഓക്കെ, ഒരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം, എങ്ങനെ തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും കുടിച്ചിട്ടാലും ഹരിച്ചിട്ടാലും സൗഖ്യം എവിടെയാ ഉള്ളത്? കർത്താവിലാണ് സൗഖ്യം. കർത്താവിലാണ് സൗഖ്യം. കർത്താവാണ് എനിക്ക് സൗഖ്യം തരുന്നത്. ഇതെല്ലാവർക്കും അറിയാം. പ്രശ്നം അതല്ല, ഇത് എങ്ങനെ സാധിക്കും? ഞാൻ എങ്ങനെ സൗഖ്യം മേടിക്കും? എനിക്ക് എങ്ങനെ സൗഖ്യം കിട്ടും? ഞാൻ അറിയാവുന്ന വഴിയിലെല്ലാം പയറ്റി നോക്കുന്നുണ്ട് അല്ലേ, പക്ഷെ എനിക്ക് കൃത്യമായിട്ട് അറിയത്തില്ല ഞാൻ എന്തിനു വേണ്ടിയാണ് പ്രാർത്ഥിക്കണേ. അത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണോ, ഇത് മാറാൻ വേണ്ടി പ്രാർത്ഥിക്കണോ, ഞാൻ എന്തിനു വേണ്ടി പ്രാർത്ഥിക്കണോ, എനിക്കറിയാൻ പാടില്ല. അപ്പൊ എങ്ങനെ കർത്താവിന്റെ സ്നേഹത്തിന്റെ ആഴങ്ങളിലേക്ക് പ്ലഞ്ച് ഇൻ ടു ഹിസ് ലവ്, എടുത്തു ചാടണം. കർത്താവിന്റെ സ്നേഹത്തിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ എനിക്ക് സൗഖ്യമുണ്ട്. പക്ഷെ അത് എങ്ങനെ ഇറങ്ങി ചെല്ലാൻ പറ്റും? വിശ്വാസത്തിലൂടെ. അത് എങ്ങനെ ചെയ്യും? വിശ്വാസത്തിൽ. ഇതെല്ലാം നമ്മുടെ ഇങ്ങനെ ഇതെല്ലാം ഐഡിയ എങ്ങനെ ഇരിപ്പുണ്ട്. ഞാൻ അതിന് ഒരു എങ്ങനെയാ അതിലൊരു പ്രക്രിയ, ഞാൻ എന്താണ്, ഞാൻ കടന്നു പോകുന്ന അവസ്ഥ എന്താണ്, അപ്പൊ അതൊന്ന് മനസ്സിലാക്കാനാണ് നമ്മൾ ഇന്ന് ശ്രമിക്കുന്നത്. ഹല്ലേലൂയ. വലതുകാരം ഒക്കെ ഉള്ളവർ വലതു കൈ എന്ന് ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇനി എന്നിട്ട് കസേരയിലൊന്ന് നേരെ ഇരുന്നേ. കാരണം ഇത്രയും നേരം ഞാൻ പറഞ്ഞത് ഒരു ആമുഖമായിട്ട് കൂട്ടിയാൽ മതി. കാരണം
എന്താണ് ദൈവം നൽകുന്ന സൗഖ്യം എന്നറിഞ്ഞാലേ എങ്ങനെയാണ് സൗഖ്യം, എന്താണ് സൗഖ്യം, എവിടെയാണ് സൗഖ്യം നേടേണ്ടത് എനിക്ക് മനസ്സിലാക്കാൻ പറ്റൂ. ഇല്ലെങ്കിൽ ഞാൻ ഇപ്പോഴും എൻ്റെ ആ രോഗം മാറ്റണം, എൻ്റെ ആ തടസ്സം മാറ്റണം, എൻ്റെ ആ സങ്കടം മാറ്റണം എന്ന് തന്നെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവം നമ്മളെല്ലാം സൃഷ്ടിച്ചത് സ്നേഹത്തിന് വേണ്ടിയും സ്നേഹിക്കപ്പെടാൻ വേണ്ടിയും. കാരണം ദൈവം സ്നേഹമാണ് അല്ലേ? എല്ലാവരും കണ്ണടച്ച് ഉറക്കത്തിൽ കുത്തിയിട്ട് ദൈവം ആരാന്ന് ചോദിച്ചാൽ എന്നാന്ന് പറയും? സ്നേഹമാണ്. ധ്യാന കേന്ദ്രത്തിലേക്ക് കടന്നു വരുമ്പോൾ ദൈവത്തെക്കുറിച്ച് ധ്യാനം കൂടുന്നവരോട് ചോദിക്കും ദൈവം ആരാ? എല്ലാവരും ഒരു 90% ആൾക്കാർ ആദ്യത്തെ ഉത്തരം ഇതാണ്, ദൈവം സ്നേഹമാണ്. ആ ദൈവത്തിൻ്റെ ഛായയിലും സാദൃശ്യത്തിലും സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്ന എൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ആത്യന്തികമായ ഒരു ദാഹം എന്താണ്? സ്നേഹിക്കപ്പെടണം, സ്നേഹിക്കാൻ പറ്റണം. അപ്പൊ എൻ്റെ ഉള്ളിലുള്ള ഏറ്റവും ആഴത്തിലുള്ള മുറിവ് എന്താണ്? സ്നേഹം കിട്ടാത്തത്, സ്നേഹരാഹിത്യം. എന്നെ സ്നേഹിക്കാൻ ആരുമില്ല എന്നൊരു ചിന്തയിലോട്ട് ഞാൻ പോകുന്നത്, അല്ലെങ്കിൽ എവിടെയൊക്കെയോ ഞാൻ സ്നേഹിക്കപ്പെടുന്നില്ല എന്നൊരു ചിന്ത, അല്ലെ എനിക്ക് സ്നേഹിക്കാൻ ആരുമില്ല എന്നുള്ളൊരു ചിന്ത. അത്രയേറെ മുറിപ്പെടുത്തുന്ന വേറൊരു ചിന്തയുമില്ല. നമ്മുടെ ഈ ഒരു എന്താ പറയണേ, നമ്മുടെ സമരിയാക്കാരൻ്റെ ഉപമയിൽ അവസാനം ഈ സമരിയാക്കാരൻ, ഈ നല്ല സമരിയാക്കാരൻ ഈ വഴിയിൽ മുറിവേറ്റ് കിടക്കുന്ന ആളെ എടുത്തുകൊണ്ട് എവിടെയാ ചെല്ലുന്നേ? സത്രത്തിൽ. ഈ സത്രത്തെ എന്തിനോടാണ് ഉപമിക്കുന്നത് അറിയാവോ? സഭയോടാണ്. സഭയോടാണ് സത്രത്തെ ഉപമിക്കുന്നത്, സഭയോടാണ്. അതായത് മുറിവേറ്റവരെ, ആത്മാവിൽ എല്ലാ തരത്തിലും മുറിവേറ്റവരെ പരിപാലിക്കുന്ന ഇടമാണ് സഭ. ഈ സമരിയാക്കാരനെ ഉപമിക്കുന്നത് ക്രിസ്തുവിനോടാണ്. ഈ സമരിയാക്കാരൻ സത്രം സൂക്ഷിപ്പുകാരനോട് എന്നാ പറഞ്ഞേ? ഞാൻ മടങ്ങി വരുന്നത് വരെ ഇവനെ കാത്തോണം, എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഞാൻ തിരിച്ചു വരുമ്പോൾ തന്നോളാം. എന്താണ് ശരിക്കും വചനത്തിന്റെ അവസാനം, ഈ ബൈബിളിന്റെ അവസാനം നമ്മൾ എന്താ പ്രാർത്ഥിക്കുന്നത്? ബൈബിളിന്റെ അവസാനത്തെ പുസ്തകം എന്താ? വെളിപാട്. അതിന് അവസാനത്തെ പ്രാർത്ഥന എന്താ? മാറാനാഥ, കർത്താവേ വീണ്ടും വരണം. അപ്പൊ കർത്താവ് വരുന്നോടം വരെ രോഗികളെയും അബലരെയും പരിക്കേറ്റവരെയും ശുശ്രൂഷിക്കുന്ന ഇടമാണ് എന്ത്? സഭ അല്ലെ? ഈ ഒരു ആലയത്തിലേക്ക് കടന്നു വരുന്ന ഓരോരുത്തരുടെയും കണ്ണുനീരും വേദനയും കേൾക്കുമ്പോൾ നമുക്കറിയാവുന്ന ഏറ്റവും ബേസിക് ആയിട്ടുള്ള കാര്യം ഇതാണ്: സ്നേഹത്തിന്റെ നൊമ്പരവും ശൂന്യതയുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ ഹൃദയത്തിലുള്ളത്. അപ്പൻ എന്നെ സ്നേഹിക്കുന്നില്ല, അപ്പൻ മദ്യപാനിയാണ്, അല്ലെങ്കിൽ അപ്പൻ്റെ കയ്യിൽ നിന്ന് അമ്മയുടെ കയ്യിൽ നിന്ന് ഞാൻ അനുഭവിക്കുന്ന തിക്താനുഭവം. അപ്പൊ നമ്മുടെ ഉള്ളിലുള്ള ബേസിക് ചിന്ത എന്താ? സ്നേഹിക്കപ്പെടാൻ ഞാൻ എന്തു ചെയ്യണം? എന്നെ എന്തുകൊണ്ട് ആരും സ്നേഹിക്കാത്തേ? ഇനി സ്നേഹിക്കപ്പെടാനായിട്ട് ഞാൻ ഇനി എന്താ ചെയ്യേണ്ടത്? അപ്പോൾ ആ ഒരു സ്നേഹിക്കപ്പെടാനുള്ള പരിശ്രമങ്ങളും പരാക്രമങ്ങളും ഒക്കെയാണ് നമ്മുടെ ചുറ്റുപാടും എല്ലായിടത്തും കാണുന്നത്. കാരണം എല്ലാവരും വേദനിക്കുന്നവരാണ്, മുറിയപ്പെട്ടവരാണ്. അപ്പൊ എങ്ങനെയെങ്കിലും ഞാൻ എൻ്റെ ജീവിതത്തെ സ്നേഹിക്കപ്പെടാൻ യോഗ്യമാക്കി തീർക്കണം. അപ്പൊ എന്തുകൊണ്ട് ഞാൻ സ്നേഹം അനുഭവിക്കുന്നില്ല? ഞാൻ എന്തു ചെയ്താലാണ് ആൾക്കാർ എന്നെ സ്നേഹിക്കുന്നത്, എന്നെ വിലമതിക്കുന്നത്? ഞാൻ എന്തു ചെയ്താലാണ് എനിക്ക് സമൂഹത്തിൽ നിലയും വിലയും കിട്ടുന്നത്? അപ്പൊ ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിലെ ഓരോ മുറിവുകളോടും ചേർത്ത് വെച്ച് വായിക്കാൻ പറ്റണം. ഓക്കെ, ഇനി പറയാൻ പോകുന്ന കാര്യങ്ങൾ നമ്മുടെ ജീവിതത്തിനോട് പേഴ്സണലായിട്ട് നമുക്ക് ഇറങ്ങിച്ചെല്ലണം. നമ്മുടെ ഓരോ വേദനകളെ കുറിച്ചും പറയുമ്പോൾ അത് പക്ഷേ നമുക്ക് മനസ്സിലായെന്ന് വരാം. ഓക്കെ, നമ്മൾ പറഞ്ഞു വേദനിക്കാത്തവരായിട്ട് ആരുമില്ല. പക്ഷേ നിങ്ങൾ ഇപ്പൊ എൻ്റെ മുമ്പിൽ വന്ന് പെട്ടു, ആ സുഖമാണോ എന്ന് ചോദിച്ചാൽ എന്നാ പറയും? ആ സുഖമാണല്ലോ അച്ഛൻ, എന്നാ വിശേഷം? ഓ ഞാനും പരമസുഖം. എന്ത് നല്ല ലോകം അല്ലേ? ലോകാ സമസ്ത സുഖിനോ ഭവന്തു. ലോകത്തിലെല്ലാവർക്കും എന്തൊരു സുഖമാണ്. How are you? I am fine, thanks. How are you? I am also fine, thanks. അല്ലേ? ചൊല്ലി പഠിച്ച് ഇങ്ങനെ പറഞ്ഞു വെച്ചിരിക്കുക. ഇതെന്താ സംഭവം? പ്രിയമുള്ളവരെ, ലോകം മുഴുവനും, നമ്മൾ ലോകം പോട്ടെ, ഞാനെന്ന വ്യക്തി, നീ എന്ന വ്യക്തി ഉള്ളിൽ ഒത്തിരി മുറിയപ്പെട്ടതും തകർക്കപ്പെട്ടതുമായ വ്യക്തികളാണ്. എന്നാലും നമ്മളെല്ലാം ചെയ്യുന്നൊരു കാര്യം എന്താ? ആ പൊത്തിപ്പിടിക്കുന്നു, മറച്ചു പിടിക്കുന്നു അല്ലെ? നമ്മുടെ മുറിവുകളെയും വേദനകളെയും മറച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം നമ്മുടെ എല്ലാവരുടെയും ഭാഗത്ത് നിന്ന് നടക്കുന്നുണ്ട്. നമ്മളെല്ലാം മറച്ചു വെക്കുക, മൂടി വെക്കുക. എൻ്റെ വേദനയിലായിട്ട് ആരും ഇറങ്ങി വരണ്ട, എൻ്റെ വേദന ആരും കാണരുത്, എൻ്റെ നൊമ്പരം ആരും അറിയരുത്, എല്ലാത്തിനെയും മറച്ചു വെച്ചൊരു കവറപ്പ് ചെയ്യാനുള്ള ഞാൻ തന്നെയാണ് പരിശ്രമിക്കുന്നത്. എന്തിന്? എൻ്റെ വേദനയെ മൂടി വയ്ക്കാൻ. എൻ്റെ വേദനയെ മൂടി വയ്ക്കാൻ ഞാൻ പരിശ്രമിച്ചുകൊണ്ടിരിക്കുക. ഈ പരിശ്രമമാണ് സൗഖ്യം കിട്ടുന്നതിന് തടസ്സമായിട്ട് നിൽക്കുന്ന ഏറ്റവും വലിയ കാര്യം. ലോകത്തിൽ ആദ്യം മറച്ചു പിടിച്ചതാരാ? ലോകത്തിൽ ആദ്യം മറച്ചു പിടിച്ചതാരാ? ആദോ ഹവ്വായി അല്ലേ?
നിങ്ങൾ എന്താ ചിന്തിച്ചെന്ന് എനിക്ക് അറിയാൻ പാടില്ല. ആദോ ഹവ്വായും അല്ലെ തെറ്റു ചെയ്തപ്പോൾ അവർക്ക് നാണം വന്നു അല്ലേ. അവരുടനെ മറച്ചു പിടിച്ചു. അവരുടെ നഗ്നത അവര് മറച്ചു. ആ ഒരു കവറപ്പ്, എല്ലാം ഇങ്ങനെ കവറപ്പ് ചെയ്യാനുള്ള ഒരു പ്രവണത. ഇനി രക്തസ്രാവക്കാരി സ്ത്രീ, കുഷ്ഠരോഗിയായ വ്യക്തി എങ്ങനെ സൗഖ്യപ്പെട്ടു? ഈശോയ്ക്ക് അവരെ തൊടാവുന്ന അവസ്ഥയിൽ അവരെ തന്നെ കൊണ്ടുചെന്നു. ഈശോയ്ക്ക് അവരെ സ്പർശിക്കാവുന്ന സാഹചര്യത്തിൽ അവരെ തന്നെ പ്രതിഷ്ഠിച്ചു അല്ലേ. ഈശോയ്ക്ക് തൊടാവുന്ന ഇടത്തിൽ അവരെ കൊണ്ടുവന്നു. അവർ ഇങ്ങനെ തട്ടിമാറ്റി, എന്നെ തൊട്ടുപോയേക്കരുത്, എന്നെ സൗഖ്യപ്പെടുത്തിക്കുക, എന്നെ തൊട്ടുപോയേക്കരുത് എന്ന് പറഞ്ഞോ? ഇല്ല. ഈശോ അവരെ സ്പർശിക്കാനോ ഈശോയെ സ്പർശിക്കാനോ ഒരു തടസ്സം അവിടെ അവരുണ്ടാക്കിയില്ല, ഒരു കവറപ്പ് ഉണ്ടാക്കിയില്ല. ആദോ ഹവ്വായും, അതായത് ആരാ പറഞ്ഞെന്ന് പറഞ്ഞു, ഒറിജിനൽ സിൻ, അതായത് ആദ്യ പാപത്തിൽ ഉണ്ടായത് നിരീശ്വരവാദികളല്ല. ആദ്യ പാപത്തിൽ ഉണ്ടായ സംഭവം എന്താണ്? പിതാവായ ദൈവത്തെ ഒരു യജമാനനെ പോലെ കാണാൻ തുടങ്ങി. ആ ഒരു പേടിയിൽ സ്വയം മറച്ചു പിടിക്കുവാണ്, സംരക്ഷിക്കാൻ നോക്കുവാണ്. അയ്യോ, എനിക്കിപ്പോൾ ശിക്ഷ കിട്ടും. ദൈവമായിട്ടുള്ള ബന്ധം മുറിഞ്ഞു പോയപ്പോൾ ഉണ്ടായ ഒരു സംഭവം എന്താണ്? എല്ലാം മൂടി വെക്കാൻ നോക്കുവാണ്. നമ്മുടെ എല്ലാവരുടെയും ഭാഗത്തുണ്ടാകുന്ന കാര്യം എന്താ? ഞാൻ എൻ്റെ വേദനകളെ, എൻ്റെ മുറിവുകളെ, എൻ്റെ തകർച്ചകളെ മൂടി വെക്കാനുള്ള പരിശ്രമിച്ചല്ല. അതെന്നാന്ന് പറഞ്ഞുതരാം. നിങ്ങൾ ശ്രദ്ധിച്ചേ. ഇതിപ്പോ നമ്മുടെ മുറിവാണെന്ന് വിചാരിക്കാം. നമ്മൾ വേദനിക്കുന്ന ഒരിടം, ആത്മാവിലോ മനസ്സിലോ ശരീരത്തിലോ നമ്മൾ രോഗിയായിട്ടൊരിടം. ഈ മുറിവിൻ്റെ ചുറ്റും ഞാൻ ആദ്യം കുറേ വിശ്വാസങ്ങളെ കൊണ്ട് പൊതിയും. അങ്ങനെയാണ്, അതിങ്ങനെയാണ്, ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെയാണ്. ഉദാഹരണത്തിന് സിമ്പിൾ ഒരു എക്സാമ്പിൾ. കൂട്ടുകാരാൽ കളിയാക്കപ്പെട്ട ഒരു കുട്ടി, കുറെ കൂട്ടുകാർ ചേർന്നൊരു കുട്ടിയെ കളിയാക്കി. ആ കുട്ടി അവൻ ദുർബലനായതുകൊണ്ട്, അവൻ എന്തോ കുറവുള്ളത് കൊണ്ടോ, അവൻ പാവത്താനായതുകൊണ്ടോ അവരെല്ലാവരും അവനെ കളിയാക്കി. ഉടനെ അവൻ അതിൻ്റെ പുറത്ത് കുറെ വിശ്വാസങ്ങൾ നെയ്ത് വെക്കുവാണ്. ഞാൻ അങ്ങനെയാണ്, ഞാൻ ദുർബലനാണ്, ഞാൻ പോഴനാണ്, ആർക്കും വേണ്ടാത്തവനാണ് എന്നുള്ള പൊള്ളയായ കുറെ വിശ്വാസങ്ങൾ കൊണ്ട് ആദ്യം ആ മുറിവിനെ അവൻ മൂടി വെക്കുന്നു. ഓക്കെ. ഈ വിശ്വാസത്തിന്റെ പുറത്ത് അവൻ കുറെ പ്രോമിസസ് കൊണ്ട് മൂടി വെക്കുന്നു. എന്താണ് ആ പ്രോമിസസ്? അവരെന്നെ ചെയ്യാതിരിക്കണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? മറ്റുള്ളവരുടെ മുൻപിൽ എനിക്ക് ചില നിലയും വിലയും കിട്ടണമെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും. ഇനി മുതൽ ഒരു വ്യക്തിയും എന്നെ തല്ലാനോ പിടിക്കാനോ വഴക്ക് കൂടാനോ എന്നെ വേദനിപ്പിക്കാനോ ഞാൻ ഇടയാക്കത്തില്ല. അതുകൊണ്ട് ഞാൻ അതിന് അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ്റെ കഴിവിൽ കുറെ പ്രോമിസസ് ചെയ്യുവാണ്. എത്രയും മനസ്സിലായോ? ആദ്യം മുറിവുണ്ടാവുന്നു. ആ മുറിവിൽ നിന്ന് കുറെ വിശ്വാസങ്ങൾ ഞാൻ രൂപപ്പെടുത്തുന്നു. ആ വിശ്വാസങ്ങൾ കൊണ്ട് ആ മുറിവിനെ മൂടി വെക്കുന്നു. ഞാൻ അങ്ങനെയാണ്, ഞാൻ ഇങ്ങനെ. ഇനി ഇതിനെ അതിജീവിക്കാൻ ഞാൻ കുറെ വാഗ്ദാനങ്ങൾ എന്നോട് തന്നെ ചെയ്യുന്നു. ഞാൻ അങ്ങനെ ചെയ്യും, ഞാൻ ഇങ്ങനെ ചെയ്യും. എന്നെ തന്നെ സംരക്ഷിക്കാൻ, എന്നെ തന്നെ സൗഖ്യപ്പെടുത്താൻ, ആൾക്കാരുടെ മുൻപിൽ വിലയുണ്ടാവാൻ, മറ്റുള്ളവരുടെ മുൻപിൽ ഞാനും ഏതാണ്ടൊക്കെയാണെന്ന് കാണിക്കാൻ, എനിക്കൊരു കുഴപ്പമില്ലെന്ന് കാണിക്കാൻ ഞാൻ കുറെ പ്രോമിസസ് ചെയ്യും. ഇതെന്നെ സ്വാർത്ഥതയിലേക്ക് നയിക്കുന്നു. കാരണം ഞാൻ ശ്രദ്ധിക്കപ്പെടണം, ഞാൻ അംഗീകരിക്കപ്പെടണം, എനിക്ക് വിലയുണ്ടാവണം. സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നൊരവസ്ഥ. എൻ്റെ കാര്യത്തിലേക്ക് മാത്രം, അത് മുറിവുകളിൽ നിന്ന് വിശ്വാസം നെയ്തെടുത്ത് ഞാനതിൻ്റെ ഉള്ളിലേക്ക് സ്വീകരിച്ച് കുറേ തീരുമാനങ്ങൾ, പ്രോമിസസ് എടുക്കുന്നു. എന്നിട്ട് ഞാൻ എന്നെ തന്നെ സെൽഫ് പ്രൊട്ടക്ഷൻ, സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുന്നു. ഞാൻ എന്നെ സ്വയം സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ വേണ്ട എന്ന് പറയുന്നത് ആരെയാണ്? രക്ഷകനെ, അല്ലേ? എന്നെ രക്ഷിക്കാൻ ആരും വേണ്ട. എനിക്കൊരു രക്ഷകനെ വേണ്ട. ആരെന്നെ രക്ഷിക്കും? ഞാൻ എന്നെ രക്ഷിക്കാനുള്ള പൊടിക്കൈകളും എല്ലാ പരിശ്രമങ്ങളും എൻ്റെ കയ്യിലുണ്ട്. ഞാൻ എന്നെ തന്നെ പൊതിഞ്ഞു പിടിക്കുന്നു. എൻ്റെ കാര്യത്തിലേക്ക് മാത്രം ഞാൻ ശ്രദ്ധിക്കുന്നു. പക്ഷേ ആദ്യം അത് കുറച്ചൊക്കെ കൊള്ളാലോ, അത്യാവശ്യമൊക്കെ നിലയും വിലയൊക്കെ കിട്ടുന്നുണ്ട്, ഞാൻ അങ്ങനെ ചെയ്തത് കൊണ്ട് അവരെന്നെ ശ്രദ്ധിച്ചു. പക്ഷെ പിന്നീട് അത് കൂടുതൽ പാപത്തിലേക്ക് നമ്മളെ നയിക്കും. അസൂയ ഉണ്ടാകുന്നു, ദേഷ്യമുണ്ടാകുന്നു, അരിശമുണ്ടാകുന്നു. അപ്പം നമ്മൾ കൂടുതൽ തകർച്ചയിലേക്ക് പോകുന്നു. ഉദാഹരണത്തിന് നമുക്ക് ഒരു എക്സാമ്പിൾ എടുത്താൽ എങ്ങനെയാണ്? നമുക്ക് ഗ്രീൻ ഹൗസ് എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയാവോ? ഗ്രീൻ ഹൗസ് അത് ഈ ചെടികളെ നട്ടു വളർത്തുന്ന, അത് അവർ ചൂടടിക്കാതെ എന്നാൽ സൂര്യപ്രകാശം അവരിലേക്ക് കടന്നു വരാനായിട്ട് ഉണ്ടാക്കുന്ന ഒരു ഗ്ലാസ് ഹൗസ്. ഗ്ലാസ് കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ആ പച്ച പടുതുകൊണ്ടൊക്കെ നമ്മൾ കെട്ടിയിട്ടിരിക്കുന്ന ഒരു ഗ്രീൻ ഹൗസ്. എന്ത് ചെയ്യുന്നു? നമ്മളെ തന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ നമ്മൾ അതിന് പുറത്ത് പെയിന്റ് അടിച്ചു വിടുവാണ്. ഗ്ലാസ് ആണെന്ന് ചിന്തിക്കുക. അതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും ചെറിയ പ്രശ്നങ്ങൾ തോന്നിയത് കൊണ്ട് ഞാൻ എന്ത് ചെയ്യുന്നു? അതിൻ്റെ പുറത്ത് ഞാൻ പെയിന്റ് അടിക്കുന്നു. ഈ പെയിന്റ് അടിക്കുമ്പോൾ അതിലേക്ക് കയറി വരാത്തത് എന്താണ്? സൂര്യപ്രകാശമാണ്. ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കാൻ ശ്രമിച്ചത് വഴി ചെടികളെ വളർത്തിക്കൊണ്ടിരുന്ന ആ ഗ്ലാസ് ഹൗസിന് ഞാൻ പെയിന്റ് അടിക്കുന്നു. പെയിന്റ് അടിച്ചത് വഴി അതിലേക്ക് എന്ത് വരുന്നില്ല?
സൂര്യപ്രകാശം കയറി വരുന്നില്ല. സൂര്യപ്രകാശം കയറി വരാത്തപ്പോൾ എന്ത് സംഭവിക്കും? പറവില്ലേ? സൂര്യപ്രകാശം കയറി വരാത്തപ്പോൾ എന്താ സംഭവിക്കും? ചെടികളെല്ലാം വാടി കരിഞ്ഞ് നശിച്ചു പോകും. നമ്മുടെ ജീവിതത്തിൽ നമ്മളെ തന്നെ സംരക്ഷിക്കാൻ ശ്രമിക്കുമ്പോൾ, നമ്മളെ തന്നെ എങ്ങനെയൊക്കെ സംരക്ഷിക്കാൻ ശ്രമിക്കുന്നത്? എൻ്റെ ജീവിതത്തിൽ എൻ്റെ വേദനയെ ഞാൻ മാറ്റിവെക്കാൻ ശ്രമിക്കുന്ന ഒരു പക്ഷേ മദ്യപാനത്തിലൂടെ ആയിരിക്കാം, ദേഷ്യപ്പെട്ട് പൊട്ടിത്തെറിക്കുന്നതിലൂടെ ആയിരിക്കാം, ഡ്രഗ്സിലൂടെ ആയിരിക്കാം, അല്ലെങ്കിൽ അശ്ലീലമായ ചിത്രങ്ങൾ കാണുന്നത് വഴിയോ പോർണോഗ്രഫിയിലൂടെ ആയിരിക്കാം, അശുദ്ധമായ ബന്ധങ്ങൾ വഴി. ഞാൻ എന്തിൽ നിന്ന് ഒളിച്ചോടാൻ ശ്രമിക്കുന്നത്? എന്തിനെ ഞാൻ തള്ളി വെക്കാനും അമർത്തി വെക്കാനും ശ്രമിക്കുന്നത്? എൻ്റെ വേദനകളെ, എൻ്റെ ഉള്ളിലുള്ള മുറിവുകൾ ഞാൻ അത് സൗഖ്യപ്പെടാനായിട്ട് വിട്ടുകൊടുക്കുന്നതിന് പകരം അതിനെ മൂടി വെക്കാൻ ശ്രമിച്ച് എല്ലാ കാര്യങ്ങളും ഞാനിങ്ങനെ എല്ലാത്തിൻ്റെയും പിറകിൽ ആ ഒരു സ്വാർത്ഥതയുടെ പേര് ഞാനിങ്ങനെ മൂടി വെച്ച് വരുവാണ്. അപ്പോൾ എന്ത് സംഭവിക്കുന്നു? ആ ഒരു ദൈവസ്നേഹമാകുന്ന സൂര്യപ്രകാശത്ത് എൻ്റെ ഉള്ളിലേക്ക് കയറി വരാൻ പറ്റുന്നില്ല. അപ്പൊ ഈ ഗ്രീൻ ഹൗസിന്റെ പുറത്ത് ഞാൻ അടിച്ച പെയിന്റ് എന്നാ ചെയ്യണം? ചുരണ്ടിക്കളയണം. ഈ ഗ്രീൻ ഹൗസിന്റെ പുറത്ത് ഞാൻ അടിച്ച പെയിന്റ് ഇങ്ങനെ ചുരണ്ടിക്കളയണം. കർത്താവുമായിട്ട് എനിക്ക് ആഴമേറിയ ഒരു വ്യക്തിബന്ധം, ഒരു അനുഭവം ഉണ്ടാവണം, ഒരു എൻകൗണ്ടർ ഈശോയുമായിട്ട് എനിക്ക് ഉണ്ടാവണം. അതിന് തടസ്സം നിൽക്കുന്ന കാര്യങ്ങളെ ഞാൻ തന്നെ കൊണ്ടുവച്ച കുറെ കാര്യങ്ങളുണ്ട്. അത് ഈ പറഞ്ഞുള്ള വളരെ മോശമായ ഒരു മദ്യപാനമോ ഡ്രഗ് അഡിക്ഷനോ അല്ലെങ്കിൽ മൊബൈലിൽ തോണ്ടിയിരിക്കുന്ന ആ സംഭവങ്ങളൊന്നും ആയിരിക്കുകയില്ല. ഞാനായിട്ട് ഞാൻ കാട്ടിക്കൂട്ടുന്ന ഒരുപക്ഷെ ഞാൻ പലയിടങ്ങളിൽ ഇടുന്ന മേക്കപ്പുകളുണ്ട്, മറ്റുള്ളവരുടെ മുൻപിൽ എന്നെ തന്നെ ശ്രദ്ധിക്കപ്പെടാൻ. അപ്പം എങ്ങനെയാണ് കർത്താവിനെ കണ്ടുമുട്ടി? കാരണം കർത്താവ് എൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി വരാനും എന്നെ സൗഖ്യപ്പെടുത്താനും റെഡി ആയിട്ടിരിക്കുന്ന ഒരു കർത്താവാണ്. കർത്താവിനെ കണ്ടുമുട്ടുന്നതും, അതായത് ദൈവം സ്നേഹമാണ് എന്ന് പറയുന്നതും ദൈവം സ്നേഹമാണ് എന്ന് അനുഭവിക്കുന്നതും രണ്ടും രണ്ടാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. മുട്ടിന് വേനയാണോ? കൈമുട്ടിന് വേനയാണോ? കരവരുത്തി പറഞ്ഞേ ഹല്ലേലൂയ. ഇവിടെയാണ് വ്യത്യാസം. ദൈവം സ്നേഹമാണ് എന്ന് അറിയുന്നതും ദൈവം സ്നേഹമാണ് എന്ന് അനുഭവിക്കുന്നതുമായ വ്യത്യാസത്തിലേക്ക് വരാൻ പറ്റണം. കാരണം ഞാൻ ദൈവം സ്നേഹമാണെന്ന് അനുഭവിക്കുമ്പോൾ എൻ്റെ കരച്ചിലിൽ എൻ്റെ കൂടെ കരയുന്നൊരു കർത്താവ്, ഞാൻ നെടുവീർപ്പെടുമ്പോൾ എൻ്റെ ആ നെടുവീർപ്പ് മനസ്സിലാകുന്നൊരു കർത്താവ്, എൻ്റെ വേദനകളിൽ എന്നോട് ഒപ്പം നടക്കുന്നൊരു കർത്താവിനെ നമുക്ക് കാണാം. അപ്പം എങ്ങനെയാണ് ഈ ഒരു സൗഖ്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ പറ്റുന്നത്? അതിൻ്റെ കുറച്ച് സ്റ്റെപ്പുകൾ. ഓക്കെ, എങ്ങനെ ഈ ഒരു സൗഖ്യം ഞാൻ നേടിയെടുക്കാൻ പറ്റും? നമുക്ക് അറിയാവുന്ന, ഞാൻ പറഞ്ഞു അറിയാവുന്ന കാര്യങ്ങളാണ്. നമ്മൾ അതിനെ ഒന്ന് ക്രോഡീകരിക്കുവാണ്. ഏറ്റവും ആദ്യത്തെ കാര്യം, ഞാൻ സൗഖ്യം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ ക്രിസ്തുവിൽ ഞാൻ വീണ്ടും ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്ക്, സൗഖ്യം എന്ന് പറഞ്ഞാൽ ദൈവം ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് പോകാനും ദൈവം ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ചെയ്യാനും എനിക്കുള്ളൊരു സ്വാതന്ത്ര്യം കൂടിയാണ് സൗഖ്യം. ഹീലിംഗ് ഈസ് എ ഫ്രീഡം ടു ഗോ വെയർ എവർ ഗോഡ് വാണ്ട് യു ടു ഗോ. സൗഖ്യം എന്ന് പറയുന്നത് ദൈവം എവിടെ പോകാൻ പറഞ്ഞാലും പോകാനുള്ളൊരു സ്വാതന്ത്ര്യം, എന്ത് ചെയ്യാൻ പറഞ്ഞാലും ചെയ്യാനുള്ളൊരു സ്വാതന്ത്ര്യം. അപ്പോൾ ആദ്യത്തെ പടി എന്ന് പറയുന്നത് അഡ്മിറ്റ് ദാറ്റ് യു ആർ റോങ്. നിന്റെ തെറ്റിനെ നീ അംഗീകരിക്കുക. നിന്റെ മുറിവിനെ, നിന്റെ വേദനയെ, നിന്റെ രോഗത്തെ നീ സമ്മതിക്കുക, അംഗീകരിക്കുക. എൻ്റെ മുറിവിനെ ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ എനിക്ക് എവിടെ സൗഖ്യം വേണം, എങ്ങനെ സൗഖ്യം വേണമെന്ന് എനിക്ക് അറിയാൻ പറ്റത്തില്ല. നിങ്ങളും മറ്റൊരാളുമായിട്ടൊരു അടി ഉണ്ടാകുന്നു, 99% അവരുടെ കയ്യിലാണ് തെറ്റ്. പിന്നെ എത്ര ശതമാനം മിച്ചമുണ്ട്? 100-99 കുറച്ചിട്ട് നിങ്ങളിവിടുന്ന് പോയാൽ മതി. മിച്ചം എത്രയുണ്ട്? 1% മിച്ചമുണ്ട്. 1% ആരുടെ തെറ്റ്? എൻ്റെ തെറ്റ്. എങ്കിലും ആദ്യം ഞാൻ എൻ്റെ ആ 1% മൊത്തമായിട്ടും അംഗീകരിക്കണം. അപ്പോഴാണ് ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്കും ആ ഒരു ക്ഷമയിലേക്കും പോകാൻ എനിക്ക് പറ്റൂ. ഞാൻ ഇങ്ങനെ ബലം പിടിക്കുവാണ്. എൻ്റെ 1% ഞാൻ അംഗീകരിച്ചില്ലെങ്കിൽ, അവർ 99% തെറ്റായിക്കോട്ടെ, പക്ഷെ എൻ്റെ ഭാഗത്ത് 1% തെറ്റുണ്ടെങ്കിലും ഞാൻ ആ 1% മൊത്തമായിട്ട് സ്വീകരിക്കണം. അപ്പം ഞാൻ എന്നെ തന്നെ പൊതിഞ്ഞു പിടിക്കാനും ഇല്ല, അങ്ങനെയില്ല, വേദനയില്ല, രോഗമില്ല, സങ്കടമില്ല, കുഴപ്പമില്ല, ഞാൻ ഓക്കെയാണ് എന്ന് വരുത്തി തീർക്കാൻ ഞാൻ എടുക്കുന്ന എല്ലാ പൊടിക്കൈകളും മാറ്റിവെച്ചു ഞാനതിനെ താഴെ വെക്കണം. എന്നിട്ട് ദൈവത്തിൻ്റെ മുമ്പിൽ നിന്ന് പറയണം, തെറ്റുപറ്റിപ്പോയി, മുറിഞ്ഞു, വേദനയുണ്ട്, സങ്കടമുണ്ട്, ശരിയാ അല്ലേ? പത്രോസിന് പറ്റിയ പോലെ എനിക്കും ഒന്ന് സ്ലിപ്പായിപ്പോയി. ജീവിതത്തിൻ്റെ വേദനയ്ക്കിടയിൽ, കഷ്ടപ്പാടിനിടയിൽ കർത്താവെ പറ്റിപ്പോയി. ആദം ചെയ്യാത്ത പരിപാടി അതാണ്. ആദം പറഞ്ഞില്ല, ദൈവമേ സോറി, ഞാൻ തെറ്റുകാരനാണെന്ന് ആദം പറഞ്ഞില്ല. നമ്മൾ നമ്മുടെ റിയാലിറ്റിയിൽ നിന്ന്, യാഥാർത്ഥ്യത്തിൽ നിന്ന് ഒളിച്ചോടരുത്. നീ മുറിയപ്പെട്ട ഒരു വ്യക്തിയാണെങ്കിൽ
നീ വേദന അനുഭവിക്കുന്നുണ്ടെങ്കിൽ നീ അനുഭവിക്കുന്ന വേദനയെ നീ അംഗീകരിക്കും. കർത്താവേ, എൻ്റെ ശരീരത്തിൻ്റെ പേരിൽ, സൗന്ദര്യത്തിൻ്റെ പേരിൽ എനിക്ക് അപകർഷതാബോധമുണ്ടോ? അംഗീകരിക്കുക. എൻ്റെ ജീവിതത്തിൽ ഞാൻ തെറ്റായ തീരുമാനങ്ങൾ എടുത്തു, സാമ്പത്തികമായ നഷ്ടമുണ്ടായോ? കർത്താവേ, എൻ്റെ ഭാഗത്ത് ആ തെറ്റുണ്ട്, അതിൽ ഞാൻ നീറുന്നു, വേദനിക്കുന്നു. അംഗീകരിക്കുക. നീ അംഗീകരിക്കാത്ത ഒരു രോഗത്തെയും ദൈവത്തിന് നിന്നെ സുഖപ്പെടുത്താനായിട്ട് സാധിക്കില്ല. അതിനെ മൂടി വെക്കാൻ ശ്രമിക്കരുത്. ആദം ചെയ്തത് ആ മൂടിവെപ്പാണ്. ദൈവമേ, ആദം തെറ്റ് ചെയ്തോടാ, എന്നാ പറഞ്ഞു? ഇവളാണ് എല്ലാത്തിനും, നീ എനിക്ക് കൂട്ടിന് തന്ന ഈ സ്ത്രീയാണ് എല്ലാത്തിനും പ്രശ്നം. അതുകൊണ്ട് ആരാ തെറ്റ്? സ്ത്രീയല്ല. ആരാ എനിക്ക് കൂട്ടിന് തന്നേ? ദൈവമാ കൂട്ടിന് തന്നെ. ആരാ തെറ്റുകാരൻ? ദൈവമാണ് തെറ്റുകാരൻ. നീ ഇതൊക്കെ തരേണ്ട വല്ല ആവശ്യം ഉണ്ടായിരുന്നോ? തന്നുകൊണ്ടല്ലേ ഇപ്പൊ എല്ലാം പറ്റിപ്പോയേ. അവളെന്നെ പറ്റിച്ചു, പക്ഷെ അവളെനിക്ക് തന്നതാരാ? നീ എനിക്ക് കൂട്ടിന് തന്ന ഈ സ്ത്രീയാണ് എല്ലാ കുഴപ്പവും ഉണ്ടാക്കി. അവൻ എന്ത് ചെയ്തില്ല? യാഥാർത്ഥ്യത്തിൽ നിന്ന് അവൻ ഒളിച്ചോടുവാണ്. എനിക്ക് അങ്ങനെയൊന്നുമില്ല, ഞാൻ തെറ്റ് ചെയ്തിട്ടില്ല. നമ്മൾ ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ നിന്ന് ഒളിച്ചോടരുത്. നമ്മുടെ രോഗങ്ങളിൽ നിന്ന്, വേദനയിൽ നിന്ന്, കഷ്ടപ്പാടിൽ നിന്ന് ഒളിച്ചോടാൻ നോക്കരുത്. അതിനെ മൂടി വയ്ക്കാൻ നോക്കരുത്. ഒരു തെറ്റ് പറ്റിയെങ്കിൽ തെറ്റ് പറ്റിയെന്ന് അംഗീകരിക്കുക. നിങ്ങൾ വേദനിക്കുന്നുണ്ടെങ്കിൽ വേദനിക്കുന്നുണ്ടെന്ന് അംഗീകരിക്കുക. നിങ്ങളെ കൊണ്ട് സാധിക്കുന്നില്ല, കർത്താവ് കഷ്ടപ്പാടാണ് എന്ന് പറയാതെ പിന്നെ എന്നെ കൊണ്ട് ചെയ്യാൻ പറ്റും എന്ന് പറയുന്നിടത്താണ് നമ്മൾ തകർന്നു പോകുന്നത്. പറ്റാത്തടത്ത് പറ്റുന്നില്ലെന്ന് അംഗീകരിക്കുക. വേദനിക്കുന്നുണ്ടോ, വിഷമമായെന്ന് അംഗീകരിക്കുക. ദേഷ്യപ്പെട്ടു പോയി, തെറ്റാണോ? ഐ ആം സോറി, ഞാൻ ദേഷ്യപ്പെട്ടു, തെറ്റ് അംഗീകരിക്കുക. ഞാൻ മുറിയപ്പെട്ടു. അപ്പം ആ ഒരു ശതമാനമെങ്കിൽ 1% പോലും മൂടി വെക്കാതെ തുറവിയോടുകൂടി പ്രിയമുള്ളവരെ, ആദ്യം നിങ്ങളുടെ രോഗത്തെ, നിങ്ങളുടെ മുറിവിനെ, നിങ്ങളുടെ വേദനയെ അംഗീകരിക്കുക. അക്സെപ്റ്റ്, അഡ്മിറ്റ് യു ആർ ആൻ അട്ടർ ഫെയിലിയർ. നിങ്ങൾ തോറ്റു, ഞാൻ പരാജയപ്പെട്ടു, ഞാൻ മുറിയപ്പെട്ടു, അംഗീകരിക്കുക. ഇനി രണ്ടാമത്തെ പടി വളരെ പ്രധാനപ്പെട്ടതാണ്. രണ്ടാമത്തെ പടി, ഞാൻ ആരാണെന്നും ദൈവം ആരാണെന്നും അംഗീകരിക്കുക. നമ്മളോട് തന്നെ ഒരു സംഭാഷണം നടത്തുക. നമ്മുടെ ഉള്ളിലേക്ക് ഒരു ആത്മശോധനയാണ്, നമ്മുടെ ഉള്ളിലേക്ക് ഒരു എത്തിനോട്ടമാണ്. രണ്ടാമത്തെ പടി എന്ന് പറയുന്നത് സ്വയം ഉള്ളിലേക്ക് നോക്കി നമ്മളോട് തന്നെ ഒരു ആത്മശോധന ചെയ്തൊന്ന് കണ്ടെത്തുക. ഞാൻ എവിടെയാണ്, ദൈവം ആരാണ്? ദൈവം എവിടെയാണ്, ഞാൻ എവിടെയാണ്? ഹാവ് എ കോൺവെർസേഷൻ വിത്ത് യുവർ സെൽഫ്. അഡ്മിറ്റ് ഹൂ യു ആർ. നീ ആരാണെന്ന് തിരിച്ചറിവുണ്ടാവണം, അംഗീകരിക്കണം. ദൈവം ആരാണ്, എങ്ങനെ? കാരണം ഇത് പറയാൻ കാരണം, ദൈവത്തെ പലപ്പോഴും നമ്മൾ നമ്മുടെ കണ്ണുകളിലൂടെയാണ് കാണുന്നത്. ഞാൻ തെറ്റു ചെയ്താൽ സ്വാഭാവികമായിട്ടും ഞാൻ ചിന്തിക്കും, എന്നോടൊരാൾ തെറ്റ് ചെയ്താൽ ഞാൻ എങ്ങനെ പ്രതികരിക്കുമോ അതുപോലെ ആരെന്നോട് പ്രതികരിക്കും? ദൈവം എന്നോട് പ്രതികരിക്കുമെന്നുള്ള ചിന്തയിൽ ഞാൻ കഴിയുന്നു. ഉദാഹരണത്തിന്, ചേച്ചി എന്നോട് തെറ്റ് ചെയ്യുന്നു. സ്വാഭാവികമായിട്ടും എന്നോട് തെറ്റ് ചെയ്താൽ ഞാൻ പ്രതികരിക്കും, ദേഷ്യപ്പെടും, കുറ്റപ്പെടുത്തും, ശിക്ഷിക്കും. അപ്പൊ ഞാൻ തെറ്റ് ചെയ്തു എന്ന് മനസ്സിലാക്കുമ്പോൾ ഉടനെ എൻ്റെ മനസ്സിലേക്ക് വരുന്ന കാര്യം, ദൈവം വെയിറ്റ് ചെയ്യാണ്. എന്തിനാ? ശിക്ഷിക്കാൻ, കുറ്റപ്പെടുത്താൻ വെയിറ്റ് ചെയ്യണം. അതുകൊണ്ടാണ് പറഞ്ഞത്, ആദ്യ പാപം നമ്മളിൽ ഉണ്ടാക്കിയത് ദൈവമില്ല എന്നൊരു ചിന്തയോ എന്നതിനേക്കാൾ ഉപരി ദൈവം ഒരു പിതാവാണ്, എന്നെ കാത്തിരിക്കുന്ന ദൈവമാണെന്നുള്ള ഒരു യാഥാർത്ഥ്യ ബോധം നഷ്ടപ്പെട്ടു. പിന്നെ ദൈവം ആരാണ്? ശിക്ഷിക്കുന്ന, കുറ്റപ്പെടുത്താനും ശിക്ഷിക്കാനുമായിട്ട് കാത്തിരിക്കുന്ന ഒരു യജമാനൻ എന്നുള്ള പേടി വന്നു. അപ്പൊ ദൈവത്തെ ഞാൻ അപ്പനായിട്ട് കാണുന്നതിന് പകരം മാസ്റ്ററായിട്ട് കാണാൻ പോയി. ഫാദറായിട്ട് കാണുന്നതിന് പകരം ദൈവത്തെ മാസ്റ്ററായിട്ട് കാണുന്ന വഴി എന്ത് സംഭവിച്ചു? എനിക്ക് ആ ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാനുള്ളൊരു വിശ്വാസം എനിക്ക് നഷ്ടപ്പെട്ടു. അപ്പൊ എൻ്റെ മുറിവുകളെ കുറിച്ച് ഞാൻ ചിന്തിച്ചു, ഞാൻ എൻ്റെ മുറിവുകൾ അംഗീകരിച്ചു. ഓക്കെ, രണ്ടാമതായിട്ട് ഇനി ഞാൻ ദൈവത്തിൻ്റെ അടുത്തേക്ക് എങ്ങനെ ചെല്ലും? ആദോ ഹവ്വ എവിടെ പോയി ഇരുന്നേ? ഗൈസ്, ആദോ ഹവ്വ എവിടെ പോയി ഇരുന്നേ? ആ കുറ്റിക്കാട്ടിൽ ഒളിച്ചിരിക്കുമായിരുന്നു അല്ലേ? എന്തുകൊണ്ടാ? ദൈവത്തിന്റെ മുൻപിൽ ചെല്ലാൻ അവർക്ക് ഭയമായി. ആ ഭയം, ഇത്രയും നാളും ദൈവം അവരെ വഴക്കെങ്കിലും പറഞ്ഞു, കണ്ണുരുട്ടിയെങ്കിലും കാണിച്ചോ? ഇല്ല. പിന്നെ ആ ഭയം ഇവിടെ നിന്ന് വന്നു. അവര് ദൈവത്തോടുള്ള ആ ബന്ധത്തിന്റെ എല്ലാ ഇതും നഷ്ടപ്പെട്ട്, ആ ദൈവത്തോടുള്ള ട്രസ്റ്റ് നഷ്ടപ്പെട്ടു. ഇനി അവരെന്നാ ശ്രമിക്കുന്നത്? ദൈവം ശിക്ഷിക്കാതിരിക്കാനായിട്ട് സ്വയം സംരക്ഷിക്കാൻ നോക്കുവാണ്. അപ്പൊ ദൈവത്തെ തന്നെ തടഞ്ഞു നിർത്തുവാണ്. അപ്പൊ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാനുള്ള ആ ഒരു ഫ്രീഡത്തിലേക്ക് ഞാൻ വരണമെങ്കിൽ ഞാൻ ദൈവത്തെ ആരായിട്ട് കാണുന്നു? ദൈവം ആരാന്ന് ചോദിച്ചാൽ ദൈവ സ്നേഹം എന്ന് പറയും. നീ ദൈവത്തിന്റെ അടുത്തേക്ക് എങ്ങനെയാ ചെല്ലുന്നതെന്ന് ചോദിച്ചാൽ സങ്കടപ്പെട്ടും പേടിച്ചും വിറങ്ങലിച്ചും അയ്യോ പാവേ എന്നെ കൊല്ലല്ലേ എന്ന് പറഞ്ഞായിരിക്കും ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നത്.
അവർ വ്യത്യാസം മനസ്സിലായില്ലേ? ദൈവം ആരാന്ന് ചോദിച്ചാൽ പറയും സ്നേഹമാണ്. നീ എങ്ങനെയാ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നേ? സ്നേഹമായ ദൈവത്തിന്റെ അടുത്തേക്ക് നീ എങ്ങനെയാ ചെല്ലുന്നേ? കർത്താവെ ശിക്ഷിച്ചേക്കല്ല്, അല്ലെ? കർത്താവെ തല്ലരുത്, കർത്താവെ കൊല്ലരുത്, ഞാൻ നന്നായിക്കോളാം. പേടിയോടുകൂടിയ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലുന്നേ. ഇതിനെക്കുറിച്ച് പറഞ്ഞപ്പോൾ ആരോ ഒരാൾ പറഞ്ഞ പോലെ എൻ്റെ മക്കള്, ഒരു പ്രൊഫസർ ഇങ്ങനെ പറയുവാണ്, എൻ്റെ മക്കൾ ഒരു ദിവസം വീടിൻ്റെ മുകളിൽ നിന്ന് അലറിക്കൂവാണ്, അപ്പാ 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 ഓടിവാ ഓടിവാ. അപ്പൻ ഇങ്ങനെ കഷ്ടപ്പെട്ട് ഓടി ചെന്നപ്പോൾ പറയാം, അപ്പ ഞാൻ ടവൽ എടുക്കാൻ മറന്നുപോയി, എനിക്ക് തോർത്തെടുത്ത് തരാമോ? അപ്പൻ ചോദിച്ചു, ഇതിനാണോടാ നീ എന്നെ വിളിച്ചത്? നിന്റെ വിളി കേട്ടതൊന്നും ഇവിടെ ആരെണ്ണം മരിക്കാൻ കിടക്കുവാന്ന്. പക്ഷെ അപ്പനെ അങ്ങനെ വിളിക്കാൻ ആർക്ക് സ്വാതന്ത്ര്യമുണ്ട്? ആ മക്കൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. അപ്പൻ തല്ലുവോ കൊല്ലുവോ പേടിച്ചെന്നിട്ട് അപ്പോ അപ്പാ അങ്ങനെയല്ല വിളിച്ചത്, കാറിക്കൂവി വിളിച്ചു, അപ്പാ 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 ഓടി വന്നേ. എന്നാ? ഞാൻ ടോയ്ലറ്റിൽ കയറിയപ്പോൾ തോർത്തെടുക്കാൻ മറന്നുപോയി, എനിക്ക് തോർത്തെടുത്തതാ. അല്ലേ? ആ ഒരു ഫ്രീഡത്തോടെ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ എനിക്ക് തടസ്സം നിൽക്കുന്നത് എന്താ? ദൈവത്തോടുള്ള എൻ്റെ കാഴ്ചപ്പാടാ. ഞാൻ തെറ്റുകാരനാണെന്നും മുറിയപ്പെട്ട ആളാണെന്ന് ഞാൻ മനസ്സിലാക്കുമ്പോഴും ആ ദൈവം എന്നെ കുറ്റം വിധിക്കാനിരിക്കുന്ന ഒരു ദൈവമല്ല എന്നൊരു ബോധ്യത്തിൽ അപ്പൊ ഞാൻ എന്താ ചിന്തിക്കുന്നത്? അയ്യോ, അപ്പൊ ദൈവത്തിന് മുമ്പ് നമ്മൾ തുറന്നു വെക്കില്ല. കാരണം ഈ എൻ്റെ പൊട്ടിപ്പൊളിഞ്ഞ എൻ്റെ ഈ മുറിവ്, ബലഹീനത, തെറ്റ്, രോഗം ദൈവം കണ്ടാൽ പിന്നെ ദൈവം എന്നെ സ്നേഹിക്കുവോ? എനിക്ക് ഡൗട്ടാ. അയ്യോ, ഇത് ദൈവത്തിന് മുൻപ് കൊണ്ടുവന്ന ദൈവം എന്നെ സ്നേഹിക്കുകയാണ്. നമ്മുടെ വിചാരം എന്നാ? ദൈവത്തെ പ്രീതിപ്പെടുത്താനായിട്ട് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്താലേ ദൈവം എന്നെ സ്നേഹിക്കുള്ളൂ. ദൈവം ഇങ്ങനെ തലയെ കവിച്ചിരിക്കുക, ഇതുങ്ങളെ കൊണ്ട് തോറ്റു ഞാൻ. അവരുടെയൊക്കെ ചിന്ത ഇപ്പം അവരുടെ മുറിപ്പാടുകൾ, അവരുടെ വേദനകൾ, അവരുടെ തെറ്റുകൾ, അവർ വരുത്തിക്കൂട്ടിയ പൊട്ടത്തരങ്ങളും മണ്ടത്തരങ്ങളും കാണിച്ച ഞാൻ അവരെ തള്ളിക്കളയുമെന്നാണ് അവരുടെ വിചാരം. അവരുടെ ചിന്ത എന്താ? അവരുടെ നല്ല പ്രവൃത്തി കണ്ടിട്ടാണ് ഞാൻ അവരെ ഇഷ്ടപ്പെടുന്നതെന്നാ. ചങ്കത്ത് കൈവച്ചെന്ന് ചോദിച്ചു നോക്കിയേ, എൻ്റെ ഏതെങ്കിലും നല്ല പ്രവൃത്തി കണ്ട എന്തേലും ഇഷ്ടപ്പെടാൻ എന്തേലും ഉണ്ട് എൻ്റെ ഉള്ളിൽ? ദൈവം എനിക്ക് മാർക്കിടാൻ വരുവാണ്. ഓക്കേടാ, ഇന്ന് മുതൽ നീ ചെയ്യുന്നതനുസരിച്ച് ഞാൻ നിന്നെ സ്നേഹിച്ചോളാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ IAS പരീക്ഷയ്ക്ക് പോകുന്നില്ല, നെഗറ്റീവായിട്ട് മാത്രമായിരിക്കും മിക്കവാറും മാർക്ക് പോകുള്ളൂ, അല്ലേ? അപ്പൊ ആദ്യം ആ ഒരു അവിടെയാണ് ഞാൻ എന്നെ ഇങ്ങനെ തടഞ്ഞിരുന്നത്. അയ്യോ, ദൈവത്തിനടുത്തേക്ക് പോയി കഴിഞ്ഞാൽ നല്ലതൊന്നും എൻ്റെ കയ്യിൽ ഇല്ലല്ലോ, കൊള്ളാവുന്നൊന്നും എൻ്റെ കയ്യിൽ ഇല്ലല്ലോ, പൊട്ടിപ്പൊളിഞ്ഞതും പുഴുക്കത്തുള്ളതും ചീഞ്ഞതും അളിഞ്ഞതും മാത്രമേ എൻ്റെ ചങ്കിൻ്റെ അകത്തുള്ളൂ. അത് കണ്ടാ ദൈവം എന്നെ എങ്ങനെ സ്നേഹിക്കാനാ? അപ്പൊ ഞാൻ എന്നെ തന്നെ വീണ്ടും മൂടി വയ്ക്കുവാണ് ദൈവസന്നിധിയിൽ. പ്രിയമുള്ളവരെ, ഈ മതിലുകളെ, നമ്മുടെ ഉള്ളിൽ നമ്മൾ തീർത്തിരിക്കുന്ന ഈ മതിലുകളെ വലിച്ചു താഴെയിടണം. എങ്കിലേ ദൈവസ്നേഹത്തിന് എന്നെ തൊടാൻ പറ്റൂ. എങ്കിലേ കർത്താവിന് എന്നെ തൊട്ട് എനിക്ക് സൗഖ്യം തരാൻ പറ്റൂ. എന്നെ സൗഖ്യം തരണമെങ്കിൽ ഞാൻ ഉയർത്തി വെച്ചിരിക്കുന്ന ഈ മതിലുകൾ, ഞാൻ സ്നേഹിക്കപ്പെടാൻ യോഗ്യനല്ല, ഞാൻ കൊള്ളരുതാത്തവളാണ്, ഞാൻ മോശക്കാരനാണ്, ഞാൻ മോശക്കാരിയാണ്, എനിക്ക് ആ തെറ്റ് പറ്റി, ഇനി ഒരിക്കലും എനിക്ക് രക്ഷ കിട്ടില്ല, എന്നെ ദൈവം ഇഷ്ടപ്പെടില്ല, മറ്റുള്ളവരുടെ മുൻപിൽ ഞാൻ അപഹാസ്യനാണ്, അപമാനിതനാണ്, ദുർബലനാണ്, നല്ല ക്വാളിറ്റി ഒന്നും എൻ്റെ കയ്യിലില്ല, ഞാൻ പരാജയപ്പെട്ടതാണ്, ഐ എം എ ഫെയിലിയർ. ഇങ്ങനെ കുറേ വാളുകൾ, ഞാൻ എന്നെ തന്നെ ഇങ്ങനെ പൊതിഞ്ഞു പിടിക്കുന്ന കുറേ മതിലുകളുണ്ട്. അതിനെല്ലാം വലിച്ചു താഴെയിടണം. അപ്പോഴാണ് ഒരു കുഞ്ഞ് അപ്പൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലുന്ന ഒരു സ്വാതന്ത്ര്യത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ഓടിച്ചെല്ലാനും ഈശോയ്ക്ക് എന്നെ തൊടാനും പറ്റൂ. പക്ഷെ നമുക്കിത് പാടാം. കാരണം ഈ മതിലുകൾ താഴെ പോയി കഴിഞ്ഞാൽ ഞാൻ ഭയങ്കരമായിട്ട് വീക്കായി പോകും, റിസ്കിയാ. അയ്യോ, ഞാൻ ചില നെഗറ്റീവായിട്ടുള്ള വാശികളിലാണ് എന്നെ തന്നെ താങ്ങി നിർത്തുന്നത്. ഈ ഒരു എന്നെ അവൻ ദ്രോഹിച്ചു, അല്ലെ, ഞാൻ എന്നോട് എടുക്കുന്ന പ്രോമിസ് എന്നാ, ഇനി ആരും എന്നെ തൊട്ടാൽ തിരിച്ച് 4 എണ്ണം കൊടുക്കും. വാശിക്കാരനാവുന്നു, ദേഷ്യക്കാരനാവുന്നു, കോപാക്രാന്തനാവുന്നു, അക്രമാസക്തനാകുന്നു. ഇതിന്റെ പുറകിലൊക്കെ എന്നാ വേദനയാണ് കിടക്കുന്നത്, മുറിവാണ് കിടക്കുന്നത്, സൗഖ്യപ്പെടാത്ത മുറിവുകൾ. അവൻ ഉയർത്തിയിരിക്കുന്ന മതിലെന്താ? അക്രമകാരിയാവുക, ആരെങ്കിലും പറഞ്ഞ 2 എണ്ണം തിരിച്ചു പറയുക, തെറി വിളിക്കുക, ദേഷ്യപ്പെടുക, അല്ലെ, നശിപ്പിക്കുക. ഇതൊക്കെ ഉയർത്തുന്ന എൻ്റെ ദുർബലമായ ഇടങ്ങൾ ആരും കാണാതെ, ദൈവം പോലും കാണാതിരിക്കാൻ ഞാൻ ഉയർത്തി വെക്കുന്ന മതിലുകളാണ് ഇതൊക്കെ. ചിലര് ഇങ്ങനെ ആസ്ഥാനത്ത് ഭയങ്കരമായിട്ട് ഒച്ചപ്പാടുണ്ടാക്കും. ഈ ഒച്ചപ്പാടുണ്ടാക്കുന്നവരുടെയും ഈ പ്രവൃത്തിയുടെ പുറകിൽ എന്താ? എന്നെ ശ്രദ്ധിക്കണം, എന്നെ ആരും ശ്രദ്ധിക്കാതെ പോകരുത്, അല്ലേ? ചിലരെ നമുക്ക് ശ്രദ്ധിക്കാതിരിക്കാൻ പറ്റത്തില്ല, അതുമാത്രം ബഹളമാണ് ചിലരുണ്ടാക്കുന്ന ജീവിതത്തിൽ. വീട്ടിലാണെങ്കിലും ബഹളം, സ്കൂളിലാണെങ്കിലും ബഹളം, ജോലി സ്ഥലത്താണെങ്കിലും ബഹളം, എന്തോ ഒരു ബഹളങ്ങളാ. അതുകൊണ്ട് എല്ലാവരും ഓർക്കുന്നതും ശ്രദ്ധിക്കുന്നതും സ്മരിക്കുന്നതും ആരെയാ? ഇവരെയാ. അല്ലെ, പറയാത്ത സുഹൃതജപങ്ങളൊന്നും ഉണ്ടാവത്തില്ല ഇവരുടെ ഉള്ളിൽ പൊട്ടിപ്പൊളിഞ്ഞ് കിടക്കുന്നതിന് ഇവരുണ്ടാക്കി വെക്കുന്ന മതിലുകൾ എന്തിനാ? എൻ്റെ ഉള്ളിലെ ബ്രോക്കൺനെസ്, എൻ്റെ ഉള്ളിലെ തകർച്ചകൾ, മുറിവുകൾ, പോരായ്മകൾ ആരും കാണരുത്. അപ്പൊ ആ ദൈവസന്നിധിയിൽ ദൈവത്തിന്റെ അടുത്തേക്ക് ചെല്ലാൻ ഞാൻ ഉയർത്തി വെച്ചിരിക്കുന്ന, സ്വയം രക്ഷിക്കാനായിട്ട് ഞാൻ പരിശ്രമിക്കുന്ന പരിശ്രമങ്ങളുടെ മതിലുകളെല്ലാം വലിച്ചു താഴെയിടണം.
അതായത് ദൈവം ആരാണ് എന്നുള്ള ഒരു ബോധ്യത്തിൽ, ഞാൻ ആരാണ്, ദൈവം ആരാണ്, ഞാൻ എവിടെ നിൽക്കുന്നു, ദൈവസന്നിധിയിൽ എൻ്റെ നില എന്താണ്, ദൈവത്തിന് എന്നോടുള്ള നിലപാട് എന്താണ്. അപ്പൊ ആ ദൈവം സ്നേഹമാണെന്നുള്ളൊരു വിശ്വാസത്തോടെ ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റണം. അപ്പൊ ഞാൻ എന്നെ തന്നെ പൊതിഞ്ഞു പിടിക്കാൻ നോക്കി എനിക്ക് ദൈവത്തിൻ്റെ അടുത്തേക്ക് ചെല്ലാൻ പറ്റില്ല. ഓക്കെ, മൂന്നാമത്തെ പടി എന്ന് പറയുന്നത്, നിങ്ങൾ ഓരോ മുറിവുകളിലേക്ക് ഇറങ്ങിച്ചെന്ന് നിങ്ങളുടെ കോസസ് ആൻഡ് കണ്ടീഷൻസ്. മൂന്നാമത്തെ പടി എന്ന് പറയുന്നത് തിരിച്ചറിയുക. നിങ്ങൾ എടുത്തിരിക്കുന്ന നിലപാടുകളെയും നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെയും തിരിച്ചറിയുക. അതായത് നിങ്ങൾ എവിടെയൊക്കെ വേദന അനുഭവിച്ചിട്ടുണ്ടോ അതിനെയെല്ലാം ആഴപ്പെടുത്തിക്കൊണ്ട് നിങ്ങൾ എന്തൊക്കെ വിശ്വാസങ്ങളിലേക്ക് പോയി, അതിൽ നിന്ന് എന്തൊക്കെ പ്രോമിസസിലേക്ക് പോയി, അതിൽ നിന്ന് നിങ്ങളെ തന്നെ പൊതിഞ്ഞു പിടിക്കാൻ എന്തൊക്കെ മാർഗങ്ങൾ അവലംബിച്ചു, ഇത് ഓരോന്നിനെയും നിങ്ങൾ കണ്ടെത്തണം. സൗഖ്യം നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ഉദാഹരണത്തിന് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് വീട്ടിൽ നിന്ന് ഭയങ്കരമായ തിരസ്കരണമോ അവഗണനയോ നേരിട്ടൊരു വ്യക്തിയാണെന്ന് വിചാരിക്കുക. നിങ്ങളുടെ അപ്പൻ ഒരുപക്ഷെ മദ്യപാനിയായിരുന്നു, എപ്പോഴും നിങ്ങളെ ഉപദ്രവിക്കും, വീട്ടുകാരെ ഉപദ്രവിക്കും, അമ്മേനെ ഉപദ്രവിക്കും. നിങ്ങളെക്കുറിച്ച് അപ്പൻ്റെ അടുത്തിരുത്തി അപ്പൻ നിങ്ങളെ വളരെ മോശമായിട്ട് ചീത്ത പറയുമ്പോൾ ഒരു തരത്തിലും കൊള്ളരുതാത്തൊരു വ്യക്തിയാണെന്നും എന്നെ ആർക്കും വേണ്ട എന്നൊരു മുറിവിലേക്ക് നിങ്ങൾ പോകുവാണ്. അപ്പൊ ഞാൻ ചിന്തിക്കണം, ആ വേദനയിൽ നിന്ന് ഞാൻ അനുഭവിച്ച, ഞാൻ ഏറ്റെടുത്ത വിശ്വാസങ്ങൾ എന്തൊക്കെയാണ്? എന്നെ ആർക്കും വേണ്ട, എന്നെ ആർക്കും ഇഷ്ടമില്ല, ഞാൻ എല്ലാവർക്കും ഭാരമാണ്, ഞാൻ എല്ലാവർക്കും വേദനയാണ്, തലവേദനയാണ്. അതിൽ നിന്ന് ഞാൻ എടുത്ത പ്രോമിസസ് എന്തൊക്കെയാ? ഇനി ആരും എന്നെ ഭാരമായിട്ട് കാണാൻ പാടില്ല, അതുകൊണ്ട് ഞാൻ കുറെ കാര്യങ്ങൾ ചെയ്തു കൂട്ടും. ഒരുപക്ഷെ അപ്പനെ പോലെ ശ്രദ്ധിക്കപ്പെടാൻ ഞാനും മദ്യപിക്കാൻ തുടങ്ങും. അതല്ലെന്നുണ്ടെങ്കിൽ തറുതല പറയാൻ തുടങ്ങും. അതല്ലെങ്കിൽ ഞാൻ എന്ത് ചെയ്യും? എനിക്കും നിലയും വിലയും ഉണ്ടെന്ന് കാണിക്കുന്നതിനായിട്ട് കുറെ കാര്യങ്ങൾ നേടിയെടുക്കാനും ചെയ്തു കൂട്ടാനും നോക്കും. പെട്ടെന്ന് കാശുണ്ടാക്കാൻ നോക്കും. പെട്ടെന്ന് അറിയപ്പെടുന്ന നാട്ടിൽ പേരും നിലയുമുള്ള ഒരാളാകാൻ നോക്കും. ഞാൻ തിരിച്ചറിയണം ഓരോ വഴികളും. അതായത് നിങ്ങൾ അനുഭവിച്ചൊരു വേദനയെടുക്കുക, അതിൽ നിന്ന് നിങ്ങൾക്ക് കടന്നു വന്നിരിക്കുന്ന ഒരു വിശ്വാസത്തെ എടുക്കുക, അതിനെ മറികടക്കാനായിട്ട് നിങ്ങൾ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ, പ്രോമിസസിനെ കണ്ടെത്തുക. ഏറ്റവും ആത്യന്തികമായിട്ട് അത് നിങ്ങളെ നയിക്കുന്ന സ്വാർത്ഥപരമായ, സ്വയം സംരക്ഷിക്കുന്ന നിങ്ങളുടെ നിലപാടുകളെ, ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കാൻ എടുക്കുന്ന ഇടങ്ങൾ ഏതൊക്കെയാണ്, ആ ഒരു രീതിയിൽ നിങ്ങൾ ഓരോന്നും കാണാൻ പറ്റുമ്പോഴത്തേക്കും അപ്പൊ എത്രമാത്രമാണ് നമ്മുടെ വേദനകൾ നമ്മളെ കൺട്രോൾ ചെയ്യുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പൊ ആദ്യം നമ്മുടെ മുറിവുകളെ, നമ്മുടെ വേദനകളെ, നമ്മുടെ വീഴ്ചകളെ അംഗീകരിക്കുക. രണ്ടാമതായിട്ട് നമ്മളോട് തന്നെ ഒരു ആത്മശോധന ചെയ്ത് ദൈവത്തെ നമ്മൾ തിരിച്ചറിയുക. ദൈവത്തെ ഞാൻ എങ്ങനെ മനസ്സിലാക്കുന്നു, ദൈവത്തെ ഞാൻ എങ്ങനെ കാണുന്നു, ദൈവസന്നിധിയിൽ ഞാൻ ആരാണ്, എനിക്കുള്ള വില എന്താണ്, ദൈവത്തെ ഞാൻ എങ്ങനെ അപ്രോച്ച് ചെയ്യണം. മൂന്നാമത്തേത്, ഞാൻ എൻ്റെ ജീവിതത്തിൽ എഴുതി വെച്ചിട്ടുള്ള നിലപാടുകൾ, തീരുമാനങ്ങൾ, സ്വയം രക്ഷയ്ക്കായിട്ട് ഞാൻ എടുത്തിരിക്കുന്ന തീരുമാനങ്ങളെ കണ്ടെത്തുക. ദേഷ്യപ്പെടലായിരിക്കാം, കുറ്റം പറച്ചിലായിരിക്കാം, എല്ലായിടത്തുനിന്നും ഉൾവലിഞ്ഞ് മറഞ്ഞിരിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളായിരിക്കാം. ചെറുപ്പത്തിൽ ആരും എനിക്ക് വില തന്നില്ല, അതുകൊണ്ട് ഞാൻ പുറത്തിറങ്ങത്തില്ല, റൂമിന് പുറത്തിറങ്ങത്തില്ല, ആരെയും ഫേസ് ചെയ്യത്തില്ല, സ്റ്റേജിൽ കയറത്തില്ല, മറ്റൊരാളോടൊരു സൗഹൃദം കൂടത്തില്ല, ഞാൻ എല്ലായിടത്തുനിന്നും എന്നെ തന്നെ ഉൾവലിഞ്ഞ് നിർത്തുന്നൊരു സ്വഭാവം. അതല്ലെങ്കിൽ എല്ലാം നശിപ്പിക്കുന്നൊരു സ്വഭാവം. അതല്ലെങ്കിൽ ഞാൻ ചില ദുശീലങ്ങളിലേക്ക് വീണുപോയി എന്നെ തന്നെ, എനിക്ക് നിലയും വിലയും അല്ലെ, ഒരു നേരത്തെ അശ്ലീല ചിത്രം കാണുമ്പോൾ എവിടെയെങ്കിലുമൊക്കെ അല്ലെ ആരെങ്കിലുമൊക്കെ എന്നെ ആഗ്രഹിക്കുന്നുണ്ടൊരു ചിന്ത, എവിടെയെങ്കിലുമൊക്കെ ഒരു സുഖം, വേദനയെ മറച്ചു വയ്ക്കാൻ, എനിക്കൊരു നല്ല ഇമേജ് ഉണ്ടാക്കിയെടുക്കാൻ ഞാൻ കാണിക്കുന്ന പരാക്രമങ്ങൾ, അതെവിടെയൊക്കെയാണെന്ന് നമുക്ക് കണ്ടെത്തണം. നാലാമത്തെ പടി എന്തെന്നാൽ, നമ്മുടെ എല്ലാ നാണക്കേടുകളോടും നമ്മുടെ എല്ലാ മുറിവുകളോടും കൂടെ നമ്മളെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കാൻ പറ്റണം. ദൈവസന്നിധിയിൽ തുറവിയോടെ നിങ്ങളെ തന്നെ കൊടുക്കുക. കർത്താവേ, ഇതാണ് ഞാൻ. ദൈവത്തിന് കൊടുക്കണം. നിങ്ങളോട് തന്നെ നിങ്ങൾ അഡ്മിറ്റ് ചെയ്യണം. നിങ്ങളുടെ എല്ലാ നാണക്കേടും, നിങ്ങളുടെ എല്ലാ മുറിപ്പാടുകളും, നിങ്ങളുടെ എല്ലാ പോരായ്മകളോടും കൂടെ ദൈവസന്നിധിയിൽ നിങ്ങളത് പറയണം. നിങ്ങളോട് തന്നെ നിങ്ങളത് അഡ്മിറ്റ് ചെയ്യണം. മറ്റൊരാളോട് നിങ്ങളത് ഷെയർ ചെയ്യണം. ഇതെവിടെയാ സാധ്യമാകുന്നത്? ഉറക്കെ പറഞ്ഞേ. കുമ്പസാരത്തിൽ. നമ്മൾ പലപ്പോഴും കുമ്പസാരിക്കും എന്താ? ഞാൻ ദേഷ്യപ്പെടുന്നു, ഞാൻ അടിപിടി ഉണ്ടാക്കുന്നു, ഞാൻ തെറി വിളിക്കുന്നു. അപ്പോൾ നമ്മൾ കുറേയും കൂടി ആഴത്തിൽ, നിങ്ങൾ സൗഖ്യം ആഗ്രഹിക്കുന്നവരാണെങ്കിൽ ആരാധനയിൽ, പരിശുദ്ധ കുർബാനയിൽ, ദൈവസന്നിധിയിൽ നിങ്ങൾക്കത് സമർപ്പിക്കാം. ദൈവമേ, ഞാൻ ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ക്യാരക്ടറിനെ, എൻ്റെ ജീവിതത്തെ വളർത്തിക്കൊണ്ടുവന്നത്.
എൻ്റെ അപ്പൻ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ട്, എൻ്റെ അമ്മ എന്നെ സ്നേഹിക്കാത്തത് കൊണ്ട് സ്നേഹം പിടിച്ചു വാങ്ങാനായിട്ട് ഞാൻ പല വഴികൾ നോക്കി. മറ്റുള്ള ആൾക്കാരുടെ അടുത്ത് ഇളിച്ചു കാണിച്ച് നോക്കി, എന്നെ ആരെങ്കിലും സ്നേഹിക്കുമോ? എന്നെ നമ്മളൊരു പാട്ടുണ്ടല്ലോ, യേശു തരും ആനന്ദം അത് സ്വർഗീയാനന്ദം, അല്ലേ? ആർക്കു വേണം? അപ്പൊ ചിലപ്പോൾ യേശു തരുന്ന ആനന്ദം കിട്ടാത്തപ്പോൾ ഞാൻ എന്നെ തന്നെ പൊക്കി പിടിച്ചുകൊണ്ട് ചോദിക്കും, ആർക്കു വേണം, ആർക്കു വേണം, ആർക്കിത് വേണം? നിങ്ങൾ എന്നെ നോക്കുമ്പോൾ ഞാൻ ചോദിക്കും, എന്നെ വേണോ, എന്നെ വേണോ, അല്ലേ? അപ്പോൾ സ്നേഹം കിട്ടാത്തടത്ത്, അംഗീകാരം കിട്ടാത്തടത്ത് ഞാൻ ഇങ്ങനെ പല വഴി നോക്കുവാണ്. ദൈവമേ, ഇങ്ങനെയൊക്കെയാണ് ഞാൻ എന്നെ തന്നെ വളർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചത്. മറ്റുള്ളവരെയുമായിട്ട് താരതമ്യം ചെയ്തു, ഞാൻ അവരുടെ ഒപ്പം എത്തുന്നില്ലല്ലോ, അപ്പോൾ എനിക്ക് എത്തിപ്പിടിക്കണം. എനിക്ക് വെക്കാത്ത കാര്യമായിരിക്കാം, എനിക്ക് നിയോഗമില്ലാത്ത കാര്യമായിരിക്കും, എങ്കിലും ഞാൻ പരമാവധി പരിശ്രമിക്കണം മറ്റുള്ളവരെ പോലെ ആകാൻ. ഞാനവിടെ വീണ്ടും തകർന്നു പോകും. എൻ്റെ കപ്പൽ പിന്നെ അപകടത്തിൽപ്പെടും. കാരണം എൻ്റെ നിയോഗമല്ലായിരിക്കാം അത്. അപ്പം ഞാൻ എന്നെ തന്നെ സംരക്ഷിക്കാൻ നോക്കി കർത്താവെ പൊളിഞ്ഞു പോയി. എൻ്റെ എല്ലാ നാണക്കേടിലേക്കും എൻ്റെ എല്ലാ മുറിവിലേക്കും ഇറങ്ങിച്ചെന്ന് ദൈവത്തോട് പറയണം, ഇതാണ് ഞാൻ. നമ്മളതിൻ്റെ പലപ്പോഴും ഈ ടിപ്പ് ഓഫ് ദി ഐസ്ബർഗ് എന്ന് പറയുന്നത് പോലെ അതിൻ്റെ മീതെയുള്ള അതിൻ്റെ ഫലങ്ങൾ മാത്രമേ നോക്കുന്നുള്ളൂ. ദേഷ്യപ്പെടാറുണ്ട്, സ്വയംഭോഗം ചെയ്യാറുണ്ട്, മദ്യപിക്കാറുണ്ട്, അശ്ലീല ചിത്രങ്ങൾ കാണാറുണ്ട്, അശുദ്ധമായ ബന്ധങ്ങളിൽ പെടാറുണ്ട്, വെറുതെ TV നോക്കിയിരിക്കുന്നു, വെറുതെ മൊബൈൽ നോക്കിയിരിക്കുന്നു, ചുമ്മാ സിനിമയും കണ്ടുകൊണ്ടിരുന്ന സമയം കളയുന്നു, അല്ലെ മടി പിടിച്ച് വെറുതെ കിടന്നുറങ്ങുന്നു. ഇത് എന്തുകൊണ്ട് ഞാനിത് ചെയ്യുന്നു? ഇത് എവിടുന്നാണ് ഞാനിത് ചെയ്യാൻ തുടങ്ങിയത്? കാരണം ഇങ്ങനെയാണ്. ഞാൻ കരുതി ഇങ്ങനെയൊക്കെ ചെയ്താലേ എനിക്ക് എന്തെങ്കിലുമൊക്കെ സമാധാനം കിട്ടൂ, എവിടെയെങ്കിലുമൊക്കെ എനിക്ക് ശാന്തത കിട്ടൂ, സൗഖ്യം കിട്ടൂ, ആരെങ്കിലുമൊക്കെ എന്നെ ശ്രദ്ധിക്കുകയുള്ളൂ. ഇത് ചെയ്തില്ലെന്ന് പറഞ്ഞാൽ നാണക്കേടാണ്. വെള്ളം അടിക്കാത്തൊരു വ്യക്തി എന്ന് പറഞ്ഞാൽ വില കിട്ടത്തില്ല. അപ്പം മറ്റുള്ളവരുടെ മുമ്പിൽ വില കിട്ടണം. എന്തുകൊണ്ടാണ് ആ വില വേണമെന്ന് ഞാൻ പറയുന്നത്? എനിക്ക് വില കിട്ടേണ്ടിടത്തുനിന്നും സ്നേഹം കിട്ടേണ്ടത് കിട്ടിയില്ല. അപ്പോൾ ഒന്നെങ്കിൽ സ്പിരിച്വൽ ഡയറക്ഷൻ, അല്ലേ? ഒന്നെങ്കിൽ വൈദികരുടെ അടുത്തോ കൗൺസിലിങ്ങിനൊക്കെ പോകുമ്പോൾ പ്രാർത്ഥിക്കാനായിട്ട് നിങ്ങളുടെ വേദനകളെ തുറന്നു വയ്ക്കുക. എനിക്ക് ഇവിടെയൊക്കെയാണ് സൗഖ്യം വേണ്ടത്. ഞാൻ തിരസ്കരിക്കപ്പെട്ട ഒരു വ്യക്തി, അവഗണിക്കപ്പെട്ട ഒരു വ്യക്തി, നിരാശയിലോട്ട് വീണുപോയൊരു വ്യക്തി, സ്നേഹം കിട്ടാതെ വിഷമിക്കുന്ന ഒരു വ്യക്തി, അമിതമായ സങ്കടപ്പെട്ട ഒരു വ്യക്തി. ഇതിനെ മൂടി വയ്ക്കാനായിട്ട് ഞാൻ കുറേ പെയിന്റ് അടിച്ചു വെച്ചു എൻ്റെ ജീവിതത്തിന് മേൽ. അതൊക്കെ ചുരണ്ടുമ്പോൾ കുറച്ചുകൂടി വ്യക്തത കിട്ടും. ഫൈനലി ഈ ഒരു കാര്യം നമ്മൾ ഇനി എല്ലാ ദിവസവും ചെയ്യേണ്ട ഒരു കാര്യമാണ്. എല്ലാ ദിവസവും ദൈവസന്നിധിയിൽ പ്രാർത്ഥിക്കുക. ദൈവമേ, എൻ്റെ എല്ലാ വേദനകളെയും ഞാൻ നിനക്ക് തരാം, നീ അത് ഏറ്റെടുക്കുമെങ്കിൽ നീ പറയുന്ന എല്ലാ ദൈവവുമായിട്ടൊരു ഡീൽ ഉണ്ടാക്കുക, ദൈവവുമായിട്ടൊരു കരാറുണ്ടാക്കണം. ദൈവമേ, നിനക്ക് ഞാൻ എൻ്റെ വേദനകൾ തരുന്നു, നീ അത് ഏറ്റെടുത്ത് എന്നെ സൗഖ്യപ്പെടുത്തുവാൻ നീ പറയുന്നിടത്ത് ഞാൻ പോകും, നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ഞാൻ ചെയ്യും. ദൈവസന്നിധിയിൽ ആ ഒരു തുറവിയോടുകൂടി ദൈവത്തോട് പറയണം, ദൈവമേ, ഞാൻ എൻ്റെ വേദനകൾ തരും, എന്നെ സൗഖ്യപ്പെടുത്തണമേ, നീ ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് പോകാൻ, നീ പറയുന്ന കാര്യങ്ങൾ ചെയ്യാൻ ഞാൻ റെഡിയാണ്, നീ എന്നെ സൗഖ്യപ്പെടുത്തണേ. ജെറമിയ 17:14 നമ്മൾ എന്താ വായിക്കുന്നത്? കർത്താവേ, എന്നെ സുഖപ്പെടുത്തണമേ, അപ്പോൾ ഞാൻ സൗഖ്യമുള്ളവനാകും. നീ എന്നെ സുഖപ്പെടുത്തിയാൽ ഞാൻ സൗഖ്യമുള്ളവനാകും. നിങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ ബൈബിൾ ഉണ്ടെങ്കിൽ ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം ഒന്ന് എടുക്കാൻ പറ്റുമോ? ഗലാത്യക്കാർക്ക് എഴുതിയ ലേഖനം 5-ാം അധ്യായം 13-ാം തിരുവചനത്തിൽ സ്വാതന്ത്ര്യത്തെക്കുറിച്ച് പൗലോസ്ലീഹ പറയുന്നുണ്ട്. സഹോദരരെ, സ്വാതന്ത്ര്യത്തിലേക്കാണ് നിങ്ങൾ വിളിക്കപ്പെട്ടിരിക്കുന്നത്. അത് ഭൗതിക സുഖത്തിനുള്ള സ്വാതന്ത്ര്യമായിട്ട് ഗണിക്കരുത്. പ്രത്യുത സ്നേഹത്തോടുകൂടെ ദാസരെ പോലെ പരസ്പരം സേവിക്കും. അപ്പോൾ കർത്താവ് നമുക്ക് തരുന്ന സ്വാതന്ത്ര്യം കൂടിയാണ് സൗഖ്യം. ഞാനിത് പറയാൻ കാരണം, നമ്മളിപ്പോഴും ആ ഒരു ഉപരിപ്ലവമായ പെരിഫറലായിട്ടുള്ള ഒരു സൗഖ്യത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കരുത്. ഞാൻ മൊത്തമായിട്ട് സൗഖ്യപ്പെടേണ്ടതാണ്. ഞാനെന്ന വ്യക്തിയാണ് സൗഖ്യപ്പെടേണ്ടത്. അവിടെ ഇവിടെയും വേദന മാറിയതുകൊണ്ട് ഞാൻ നന്നാവുന്നില്ല, ഞാൻ സ്വാതന്ത്ര്യം അനുഭവിക്കത്തില്ല. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ആ ഒരു അംഗീകാരത്തിലേക്ക് വരണം. മൂടി വയ്ക്കപ്പെടാതെ തുറന്ന് കർത്താവിന് കൊടുത്ത്, ആ നാണക്കേടിലെ മുഴുവനെ ഈശോയ്ക്ക് കൊടുത്ത്, കുമ്പസാരത്തിലൊക്കെ അവർ ഏറ്റുപറച്ചിൽ നടത്തുമ്പോൾ, ആ ഒരു സമർപ്പണം നടത്തുമ്പോൾ കർത്താവ് അവിടെ എന്നെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരും. കർത്താവിനെ സൗഖ്യത്തിലേക്ക് കൊണ്ടുവരും. ഒരിക്കലും നിങ്ങൾ ആരെങ്കിലുമൊക്കെ കണ്ടിട്ടുണ്ടോ അറിയത്തില്ല, ഞാൻ ജസ്റ്റ് യൂട്യൂബിൽ കണ്ടാണ് ഒരു പെൺകുട്ടി ഇങ്ങനെ സങ്കടപ്പെട്ടുകൊണ്ട് ചോദിക്കുകയാണ്, ഞാൻ കർത്താവിൽ വിശ്വസിച്ചാലും വിശ്വസിച്ചില്ലെങ്കിലും ഞാൻ സഹിക്കേണ്ടി വരും, പിന്നെ എന്തിനാണ് ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നത്? ദൈവത്തെ വിശ്വസിച്ചാലും സഹിക്കണം, ദൈവത്തെ വിശ്വസിച്ചില്ലെങ്കിലും പിന്നെ എന്തിനാ ഞാൻ ദൈവത്തെ വിശ്വസിക്കുന്നത്? അപ്പം അതിന് ആ കുട്ടിയോട് പറഞ്ഞ മറുപടി ഇതാണ്: ദൈവത്തിൽ വിശ്വസിക്കുമ്പോൾ നിന്റെ ജീവിതത്തിന് അർത്ഥമുണ്ട്, നിന്റെ ജീവിതത്തിന് നിയോഗമുണ്ട്, നിനക്ക് പ്രത്യാശയുണ്ട്. നീ സഹിക്കുമ്പോൾ നിനക്കറിയാം ഇന്ന് നീ സഹിക്കുന്നത് നാളെ ദൈവം അനുഗ്രഹമായിട്ട് മാറ്റും. ആ ഒരു പ്രത്യാശ നിന്നെ നിരാശപ്പെടുത്തത്തില്ല. റോമ 5:5. അതുകൊണ്ട് നിന്റെ സഹനങ്ങളിലും വേദനകളിലും ശക്തിയോടെ മുന്നോട്ട് പോകാൻ നിനക്ക് കൃപ കിട്ടും. എന്നാൽ നീ ദൈവത്തിൽ വിശ്വസിക്കാത്തപ്പോഴും ഈ വേദനയിലൂടെ നീ കടന്നു പോകും. നിനക്കത് വേദനയായിട്ട് നിൽക്കും. നീ
നിയോഗമില്ലാതെ, അർത്ഥമില്ലാതെ, പ്രത്യാശയില്ലാതെ നീ സഹിക്കും. നീ ദൈവത്തിൽ, ഹെബ്രായരുടെ ലേഖനം 5-ാം അധ്യായത്തിൽ വചനം വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, സഹനത്തിലൂടെയാണ് ദൈവപുത്രൻ പരിപൂർണനാക്കപ്പെട്ടത്. സഹനത്തിലൂടെയാണ് കർത്താവ് പരിപൂർണനാക്കപ്പെട്ടത്. അപ്പൊ കർത്താവ് സഹനത്തിലൂടെ പരിപൂർണനാക്കപ്പെട്ടെങ്കിൽ നമ്മുടെ കാര്യം പിന്നെ പറയാനുണ്ടോ? നമുക്ക് പിന്നെ ആ സഹനത്തിലൂടെ കടന്നു പോകരുതെന്ന് പറയാം. അപ്പൊ സഹനങ്ങൾ ദൈവം എൻ്റെ ജീവിതത്തിലേക്ക് എനിക്ക് തരുന്നത് എന്നെ ദൈവത്തിലേക്ക് അടുപ്പിക്കാൻ, എന്നെ സൗഖ്യത്തിലേക്ക് നയിക്കാൻ, എന്നെ പരിപൂർണതയിലേക്ക് പെർഫെക്റ്റ് ആക്കാനാണ്. ഈശോ പോലും പെർഫെക്റ്റ് ആക്കപ്പെട്ടത് സഹനത്തിലൂടെയാന്ന് വചനം പറയുമ്പോൾ ഓർക്കണം പ്രിയമുള്ളവരെ, നീ വഹിക്കുന്നത് കുരിശാണെങ്കിൽ ആ കുരിശിന്റെ നടുവിൽ ആരുണ്ട്? നീ നിന്റെ കുരിശെടുത്ത് തന്നെ അനുഗമിക്കാൻ പറയുമ്പോൾ കർത്താവുണ്ട്. നീ എടുക്കുന്ന കുരിശിന്റെ നടുവിൽ ആരുണ്ട്? കർത്താവുണ്ട്. നീ വഹിക്കുന്ന കുരിശിന്റെ നടുവിൽ കർത്താവുണ്ട്. നിന്റെ സഹനങ്ങളെ കർത്താവിന്റെ കുരിശോട് ചേർത്ത് വെച്ചാൽ അത് ബലിയാകും, അതല്ലെങ്കിൽ അത് വേദനയായിട്ട് തന്നെ നിലനിൽക്കും. നിന്റെ സഹനങ്ങൾ നിനക്ക് സാക്ഷ്യമാകുന്നത് കർത്താവിന് കൊടുക്കുമ്പോഴാണ്. നിന്റെ രോഗങ്ങൾ നിനക്ക് സാക്ഷ്യമാകുന്നത് കർത്താവിനോട് ചേർത്ത് വയ്ക്കുമ്പോഴാണ്. ഇതല്ലെങ്കിൽ ആ രോഗങ്ങൾ ഉണ്ടാവുകയും ചെയ്യും, നീ വേദന അനുഭവിക്കുകയും ചെയ്യും. അത് കയ്പായിട്ട് മാത്രം നിന്റെ ജീവിതത്തിൽ നിലകൊള്ളും. കയ്പായിട്ട് നിന്റെ ജീവിതത്തിൽ നിലകൊള്ളും. അപ്പൊ പ്രിയമുള്ളവരെ, നല്ലതുപോലെ സഹിക്കാനുള്ള കൃപയും സൗഖ്യം തന്നെയാണ്. സഹനവും സൗഖ്യം തന്നെയാണ്. അപ്പൊ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിക്കേണ്ട, കർത്താവ് നീ ആഗ്രഹിക്കുന്ന സൗഖ്യം, ഒന്നെങ്കിൽ അത് രോഗം എടുത്തു മാറ്റുന്നതായിരിക്കാം, അല്ലെങ്കിൽ അത് രോഗം സഹിക്കാനുള്ള ഒരു കൃപയായിരിക്കാം. വീണ്ടും ഒരു കാര്യം കൂടി പറഞ്ഞിട്ട് ഞാൻ നിർത്തുവാണ്. വീണ്ടും ഞാൻ ആ ചോസൻ എന്ന് പറയുന്ന ഒരു വെബ് സീരീസിലേക്ക്, ഈശോയുടെ ജീവിതം, പ്രത്യേകിച്ച് ഒരു മത്തായിയുടെ സുവിശേഷത്തെ ആസ്പദമാക്കിയാണ്. അതിൻ്റെ അകത്ത് കർത്താവ് ആദ്യത്തെ എപ്പിസോഡ് തുടങ്ങുന്നത് തന്നെ മഗ്ദലന മറിയത്തെ വിളിച്ചുകൊണ്ട്. ഈ മഗ്ദലന മറിയത്തെ വിളിക്കുമ്പോൾ മഗ്ദലന മറിയവും ഇങ്ങനെ കർത്താവ് തൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നടക്കുമ്പോൾ മഗ്ദലന മറിയം 1-2 സ്ത്രീജനങ്ങൾ കർത്താവിൻ്റെ കൂടെ നടക്കുന്നുണ്ട്. അപ്പൊ മഗ്ദലന മറിയത്തിന് വീണ്ടും പ്രലോഭനം ഉണ്ടാവുകയാണ് തൻ്റെ പഴയ ജീവിത രീതിയിലേക്ക്, മദ്യപാനത്തിലേക്കും അല്ലെങ്കിൽ അശുദ്ധമായ ജീവിത ശൈലിയിലേക്കുമൊക്കെ തിരിച്ചു പോകാനുള്ള പ്രലോഭനം ഉണ്ടായിട്ട് കർത്താവിൻ്റെ ശിഷ്യന്മാരുടെ കൂടെ നിന്ന് ഒരു ദിവസം മഗ്ദലന മറിയം തിരിച്ച് ഒളിച്ചോടി പോവുകയാണ്. തൻ്റെ പഴയ ജീവിതത്തിൻ്റെ ആ ഒരു സുഖത്തിൻ്റെ ആഴങ്ങളിലേക്കൊക്കെ തേടി മഗ്ദലന മറിയം ഒളിച്ചു പോകുവാണ്. അപ്പൊ മഗ്ദലന മറിയത്തെ കാണുന്നില്ല. മഗ്ദലന മറിയത്തെ കാണാതെ ഇവർ അന്വേഷിച്ച് ചെന്ന് അവസാനം മഗ്ദലന മറിയത്തെ കണ്ടെത്തി മഗ്ദലന മറിയത്തെ തിരിച്ച് വിളിച്ചു കൊണ്ടുവരുവാണ് ദൈവസന്നിധിയിലേക്ക്. അപ്പൊ ഈശോയുടെ മുൻപിൽ തല കുമ്പിട്ട് നാണക്കേടോടുകൂടി അപമാനത്തോടുകൂടി മഗ്ദലന മറിയം നിൽക്കുവാണ്. അപ്പൊ ഈശോ മഗ്ദലന മറിയത്തിനോട് പറഞ്ഞു, നീ തിരിച്ചു വന്നു. മഗ്ദലന മറിയം പറഞ്ഞു, കർത്താവേ, എന്നെ കൊണ്ട് പറ്റത്തില്ല. നീ എന്നെ ഇത്രയേറെ രക്ഷിച്ചിട്ടും എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റിയില്ലല്ലോ. ഞാൻ എന്നെ ഒരു സാധനമാണ്, എനിക്ക് നിന്റെ മുമ്പിൽ നിൽക്കാൻ യോഗ്യതയില്ല. ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരുന്നതിന് മുമ്പ് ഈ മഗ്ദലന മറിയത്തിൻ്റെ ഈ ഒരു സീൻ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ആദ്യം ഞാനിത് കാണുമ്പോൾ എനിക്കറിയാം, എൻ്റെ റൂമിൽ നേരെ ഓപ്പോസിറ്റ് ഈശോയുടെ ഒരു കരുണയുടെ വലിയൊരു ചിത്രമുണ്ട്. അപ്പോൾ ഞാനിങ്ങനെ ഇരുന്ന് ഈ ഒരു സീൻ കാണുമ്പോൾ എനിക്കറിയാം അതിലൂടെയൊക്കെ കണ്ണിക്കൂടെയൊക്കെ വെള്ളം വരുന്നുണ്ട്. അപ്പോൾ ഈ മഗ്ദലന മറിയത്തിൻ്റെ ഈ ഒരു സങ്കടം കാണുമ്പോൾ എനിക്ക് എന്നെ തന്നെ കാണാൻ പറ്റും. ദൈവമേ, നീ എന്നെ രക്ഷിച്ചിട്ട് ഞാൻ പിന്നെയും വീണുപോയല്ലോ. നീ എന്നെ പല പ്രാവശ്യം കൈക്ക് പിടിച്ചിട്ടും എനിക്ക് നീ ആഗ്രഹിക്കുന്ന ഒരു ലെവലിലേക്ക് എനിക്ക് ജീവിക്കാൻ പറ്റുന്നില്ലല്ലോ. നീ എന്നെ സ്നേഹിച്ചതിന് നിനക്കൊന്ന് പകരം തരാൻ എനിക്ക് പറ്റുന്നില്ലല്ലോ. കർത്താവെ, ഞാൻ എത്ര ശ്രമിച്ചിട്ട് ഞാൻ വീണ്ടും വീണു പോകുവാണല്ലോ. അപ്പോൾ മഗ്ദലന മറിയത്തിൻ്റെ കണ്ണിലേക്ക് നോക്കി ഈശോ ചോദിക്കുവാണ്, നിന്നോട് ആരാ പറഞ്ഞേ അങ്ങനെ ജീവിക്കേണ്ട ഒരു ആവശ്യമുണ്ടെന്ന്? നിന്നോട് ആരാ പറഞ്ഞേ നിന്നിൽ നിന്ന് ഞാൻ ഇത്രയേറെ വലിയ കാര്യങ്ങൾ പ്രതീക്ഷിക്കുന്നുണ്ടെന്ന്? നിന്നോട് ആരാ പറഞ്ഞേ? എന്നിട്ട് മഗ്ദലന മറിയത്തിനോട് പറയാണ്, എനിക്ക് നിന്റെ ഹൃദയം മതി, എനിക്ക് നിന്റെ ഹൃദയം മതി. നിന്റെ പിതാവിന് ആ ഹൃദയത്തെ നീ കൊടുത്താൽ മതി. അപ്പൊ മഗ്ദലന മറിയം ഇങ്ങനെ വിതുമ്പിക്കരയുമ്പോൾ വീണ്ടും ഈശോ പറയാണ്, ലുക്ക് അപ്പ്, നീ എന്നെ നോക്ക്. മഗ്ദലന മറിയം പറഞ്ഞു, എന്നെ കൊണ്ട് പറ്റുന്നില്ല നിന്നെ നോക്കാൻ. കാരണം അത്രയേറെ അപമാനം, അത്രയേറെ സങ്കടം എൻ്റെ ഉള്ളിലുണ്ട്. ഞാൻ പരമാവധി പരിശ്രമിക്കുന്നുണ്ട് ഈശോയെ, നീ ആഗ്രഹിക്കുന്നത് പോലെ ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. നീ എന്നെ രക്ഷിച്ചു, ചെളിക്കുഴി വീഴും നീ എന്നെ തിരിച്ചെടുക്കും, ചെളിക്കുണ്ടി വീഴും നീ എന്നെ തിരിച്ചെടുക്കും. എന്നിട്ടും കർത്താവേ, അപ്പോൾ നമുക്ക് നാണക്കേടാ, അപമാനമാ. ഞാൻ എത്രമാത്രം ശക്തനായൊരു വ്യക്തിയാ. പല പ്രാവശ്യം ദൈവം എന്നെ രക്ഷിച്ചിട്ടും ഐ ആം നോട്ട് ഏബിൾ ടു ലിവ് അപ് ടു ഇറ്റ്. ദൈവം എനിക്ക് തന്ന കൃപയ്ക്കും ദൈവം എനിക്ക് തന്ന രക്ഷയ്ക്കും ഒത്തവണ്ണം ജീവിക്കാൻ എന്നെ കൊണ്ട് പറ്റുന്നില്ല. ഞാൻ എന്തൊരു സാധനമാ. ഞാൻ കൃപ അർഹിക്കുന്നില്ല, ഞാൻ സ്നേഹം അർഹിക്കുന്നില്ല, ഞാൻ ദയ അർഹിക്കുന്നില്ല എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ മുൻപിൽ ഇങ്ങനെ മഗ്ദലന മറിയം ഇങ്ങനെ വിങ്ങിപ്പൊട്ടുമ്പോൾ കർത്താവ് പറയാണ്, എനിക്ക് നിന്റെ ഹൃദയം മതി, എനിക്ക് നിന്റെ ഹൃദയം മതി. ആ ഹൃദയം നീ ദൈവത്തിന് കൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇന്ന് ഇവിടെ വെച്ച് ദൈവം നിന്നെ സുഖപ്പെടുത്തും. ആ ഹൃദയം നീ ദൈവത്തിന് വിട്ടുകൊടുക്കാൻ തയ്യാറാണെങ്കിൽ ഇവിടെ വെച്ച് ദൈവം നിന്നെ സുഖപ്പെടുത്തും. ഐ ഓൺലി വാണ്ട് യുവർ ഹാർട്ട്.
ഗിവ് യുവർ ഫാദർ യുവർ ഹാർട്ട്. നിന്റെ ഹൃദയത്തെ ദൈവത്തിന് കൊടുക്കുക. ആ രക്തസ്രാവക്കാരി സ്ത്രീ കർത്താവിൻ്റെ അടുത്തേക്ക് വന്ന ഒരു വിശ്വാസത്തെയും പ്രത്യാശയും അവൾ ചങ്ക് പറിച്ച് കർത്താവിന് കൊടുത്തു. ജേക്കബ്, പഴയ നിയമത്തിലെ യാക്കോബ് കർത്താവിനോട് മല്ലടിക്കുന്നത് നമുക്കൊന്ന് ഓർക്കാം. നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ ജേക്കബിനെ തോപ്പിക്കാൻ കർത്താവിന് പറ്റാഞ്ഞിട്ടാന്ന്? എന്നൊരൊറ്റ ഊത്ത് വെച്ച് കൊടുത്താൽ നിങ്ങൾ പറന്ന് വള്ളേ പോയനെ. പക്ഷെ തന്നോട് മല്ലടിക്കാനും ജേക്കബിനെ ദൈവം അനുവദിക്കുവാണ്. എന്തിനാണ്? ആ ദൈവത്തിൻ്റെ അടുത്ത് വരാൻ. അവൻ ആത്മനിന്ദയിൽ നീറുന്നൊരു വ്യക്തിയാണ്. ഞാൻ പല പ്രാവശ്യം തെറ്റ് ചെയ്തു, ചേട്ടായനെ ചതിച്ചു, വീട്ടുകാരെയും നാട്ടുകാരെയും ചതിച്ചും പറ്റിച്ചും ഒക്കെ ഉണ്ടാക്കിയ കാശാണ്. ദൈവമേ, ഞാൻ നാണം കെട്ടവനാണ്, പാപിയാണ്, മോശക്കാരാണ്, നിന്റെ സന്നിധി വരാൻ എന്നെ കൊണ്ട് പറ്റില്ല. അവനോട് മല്ലടിക്കാൻ ദൈവം തയ്യാറാവണം. എന്താണ്? എൻ്റെ സന്നിധി വരാൻ നീ പേടിക്കരുത്. നിന്റെ തെറ്റുകളും നിന്റെ വീഴ്ചകളും നിന്റെ പരാജയങ്ങളും എനിക്കറിയാം. നിനക്കത് പറ്റുമെന്ന് എനിക്കറിയാം. അതെല്ലാം കൂട്ടിവെച്ചിട്ടാണ് ഞാൻ നിന്നെ സ്നേഹിക്കുന്നത്. നീ എൻ്റെ പ്രീതി നേടിയെടുക്കാനായിട്ട് കഷ്ടപ്പെടേണ്ട കാര്യമില്ല. എൻ്റെ പ്രവൃത്തി കണ്ടിട്ടാണോ ദൈവം എന്നെ സ്നേഹിക്കുന്നത്? നിന്റെ ചങ്ക് കൊടുത്താൽ ആ ചങ്ക് മേടിച്ച് ദൈവം നിന്നെ സ്നേഹിക്കും.